വെൽക്കം ടു NCERT +1 and +2 ഫിസിക്സ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ സ്റ്റേഷനറി വേവ്സ്, അതുപോലെ റിഫ്ലക്ഷൻ ഓഫ് വേവ്സ്, സ്റ്റേഷനറി വേവ്സ് അതെല്ലാം പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ നോർമൽ മോഡ്സ് നോക്കും. അപ്പോൾ അതിന് മുന്നേയായിട്ട് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ സമ്മറി പോയിന്റ്സ് ആണ്. A traveling wave at a rigid boundary or a closed end is reflected with a phase reversal, but the reflection at open boundary takes place without any phase change. For an incident wave, that is yi of xt. Incident wave is represented by yi of xt, which is given by a sine kx minus omega t. The reflected wave at rigid boundary is yr xt is equal to minus a sine kx minus omega t. You could see this phase reversal here, right? And for reflection at an open boundary, that is given by yr of xt is equal to a sine kx plus omega t. That means there is no phase reversal. The interference of two identical waves moving in opposite direction produces standing waves. For a string with fixed ends, the standing wave is given by y of xt is equal to 2a sine kx cos omega t. Standing waves are characterized by fixed locations of zero displacement called nodes and fixed locations of maximum displacements called antinodes. അപ്പോൾ ഇത്രയാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടത്. അപ്പം ഇന്ന് നമുക്ക് ഈ സെക്ഷൻ എന്ന് പറയുന്നത് 15.6.1 തന്നെയാണ്. അതിൻ്റെ നോർമൽ മോഡ്സ്, സ്റ്റാൻഡിങ് വേവിൻ്റെ നോർമൽ മോഡ്, അതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. അപ്പം അത് നമുക്കിന്ന് നോക്കാം. അപ്പം ഈ സ്റ്റേഷനറി വേവ് എന്താണ്, അതെല്ലാം ലാസ്റ്റ് വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടതാണ്. അപ്പൊ സ്റ്റേഷനറി വേവിൻ്റെ അകത്തെ വളരെയധികം നമ്മൾ ഇവിടെ കണ്ട ഒരു കാര്യമാണ് ബൗണ്ടറി കണ്ടീഷൻ, അല്ലെ? ബൗണ്ടറി കണ്ടീഷനിൽ സീറോ ഡിസ്പ്ലേസ്മെന്റ് ആണ് ബൗണ്ടറിയിൽ. ഇപ്പം റിജിഡ് ആയിട്ടുള്ള ഒരു ബൗണ്ടറി ആണെങ്കിൽ അവിടെ വേണ്ടത്, മറ്റതാണെങ്കിൽ എന്താണ് ഫേസ് ചേഞ്ച് ഉണ്ടാവത്തില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറയുന്നത് കണ്ടു ഓൾറെഡി. അപ്പം ഈ സ്റ്റേഷനറി വേവിന്റെ തന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബൗണ്ടറി കണ്ടീഷൻ ആ സിസ്റ്റത്തിന് ഏതെല്ലാം വേവ് ലെങ്ത് അല്ലെങ്കിൽ ഏതെല്ലാം ഫ്രീക്വൻസി വൈബ്രേഷൻ ഉണ്ടാവാം എന്നുള്ളതിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് അതിന്റെ ബൗണ്ടറി കണ്ടീഷനാണ്. അതായത് നമ്മളിപ്പം വേറെ സാധാരണ ഒരു ട്രാവലിംഗ് വേവിനെ സംബന്ധിച്ച് അത് ഏതെങ്കിലും ഒരു ഫ്രീക്വൻസിയിലായിരിക്കും അത് ഓസിലേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു ഫ്രീക്വൻസിയിലല്ല ഓസിലേറ്റ് ചെയ്യുന്നത്. There will be a set of natural frequencies. ഒരു സെറ്റ് ഓഫ് നാച്ചുറൽ ഫ്രീക്വൻസി ആയിരിക്കും ഓസിലേഷൻ. ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് നാച്ചുറൽ ഫ്രീക്വൻസി, ഏതെങ്കിലും ഒരു ഫ്രീക്വൻസി മാത്രമല്ല, there will be a set of natural frequency. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് the normal modes of oscillation. നോർമൽ ആ മൊത്തം സെറ്റ് ഏതെല്ലാം രീതിയിൽ അതിനെ വൈബ്രേറ്റ് ചെയ്യാം ആ മൊത്തം ഫ്രീക്വൻസീസിനെ കൂട്ടായിട്ട് വിളിക്കുന്നത് നോർമൽ മോഡ്സ് ഓഫ് ഓസിലേഷൻ. ഓക്കെ, സോ അപ്പം നമുക്കിപ്പം ഒരു സ്ട്രെച്ച്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രിങ് ഉണ്ട്. സപ്പോസ് യു കൺസിഡർ സ്ട്രെച്ച്ഡ് സ്ട്രിങ്, ഒരു സ്ട്രിങ് വിച്ച് ഇസ് സ്ട്രെച്ച്. ഈ സ്ട്രെച്ച്ഡ് സ്ട്രിങ് വിച്ച് ഇസ് ഫിക്സ്ഡ് അറ്റ് ബോത്ത് എൻഡ്, രണ്ട് എൻഡും കെട്ടിവെച്ചിരിക്കുന്ന ഒരു സ്ട്രിങ് എന്ന് വിചാരിക്കും. രണ്ട് എൻഡിലും കെട്ടിവെച്ചിരിക്കുന്നതിനൊരു സ്ട്രിങ്, രണ്ട് എൻഡിലും കൂടി ഇങ്ങനെ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു സ്ട്രിങ്. അപ്പം ഇത് കൺസിഡർ ചെയ്യുന്ന എന്നിട്ട് ഇതിന്റെ നോർമൽ മോഡ്സ് ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വിച്ച് ഇസ് ഫിക്സ്ഡ് അറ്റ് ബോത്ത് എൻഡ്സ്. ഇങ്ങനെ ഒരു സ്ട്രിങ് ആണെങ്കിൽ അതിന്റെ രണ്ട് എൻഡിലും കണക്ട് ചെയ്യുമ്പം കെട്ടിവെച്ചിരിക്കുന്ന ബോത്ത് എൻഡ്സും ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ നോർമൽ മോഡ്സ് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഇക്വേഷൻ നോക്കാം. നമ്മുടെ സ്റ്റാൻഡിങ് വേവിന്റെ ഇക്വേഷൻ നമ്മൾ എന്താ കണ്ടത് ലാസ്റ്റ് വീഡിയോ? y of xt is equal to 2a sin kx cos omega t, അല്ലെ? 2a sin x cos omega t. ഇതാണ് നമ്മുടെ സ്റ്റാൻഡിങ് വേവിന്റെ നമ്മൾ ഇക്വേഷൻ കണ്ടതാണ് ലാസ്റ്റ് വീഡിയോയില്. അപ്പൊ ഈ ഇക്വേഷന്റെ അകത്ത് നിന്ന് നോഡ്സിന്റെ പൊസിഷൻ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. നോഡ് എന്ന് പറയുന്നത് എന്താണ്?
നോഡ് എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് സീറോ ആവുന്നല്ലേ, സീറോ ഡിസ്പ്ലേസ്മെന്റ് ഉള്ള പൊസിഷൻ നമുക്ക് കാണാം. സീറോ ഡിസ്പ്ലേസ്മെന്റ് ഉള്ള പൊസിഷൻ മീൻസ് എന്താണ്? എക്സ് സീറോ ആവുന്ന പൊസിഷനിലെ ഡിസ്പ്ലേസ് ആംപ്ലിറ്റ്യൂഡ് സീറോ ആവുക, അതായത് സീറോ ഡിസ്പ്ലേസ്മെന്റ് ഉള്ളത്, പൊസിഷൻ അനങ്ങാത്ത റെസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ എക്സ് സീറോ ആവുന്ന പൊസിഷനാണ് നമ്മുടെ നോഡ്സിന്റെ, അല്ലെ? അപ്പം ആ നോഡ്സിന്റെ പൊസിഷൻ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ, അപ്പം ഈ എക്സിന്റെ കൂടെ കെ വരുന്നുണ്ട്, ആൻഡ് ദാറ്റ് ഇസ് ദ കോഎഫിഷ്യന്റ്. അതെന്ന് പറയുന്നത് സൈൻ ഫംഗ്ഷന്റെ ഒരു ആർഗ്യുമെന്റ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പം എക്സ് സീറോ ആവുക മീൻസ് സൈനും അവിടെയൊക്കെ സീറോ ആവും. ദാറ്റ് മീൻസ് നോട്ട്സിന്റെ പൊസിഷൻ നമുക്ക് ഫൈൻഡ് ചെയ്യാവുന്ന ഒരു മാർഗം വെച്ചാൽ എവിടെയൊക്കെ സൈൻ കെ എക്സ് സീറോ ആവുന്നു അതെല്ലാം നോട്ട്സ് ആയിരിക്കും. ബിക്കോസ് അവിടെയെല്ലാം എന്താണ്, എക്സ് സീറോ ആണ്. എക്സ് സീറോ മീൻസ് സൈൻ കെ എക്സ് സീറോ ആവുമല്ലോ ഡെഫിനറ്റ്ലി. അപ്പം അങ്ങനത്തെ പൊസിഷൻ എല്ലാമാണ് നമ്മുടെ നോട്ട് പൊസിഷൻ. അപ്പം അക്കോർഡിംഗ് ടു മാത്സ്, ഓക്കെ, നമുക്ക് മാത്സ് അനുസരിച്ച്, മാത്തമാറ്റിക്സ് അനുസരിച്ച് സൈൻ എന്ന് പറയുന്നത് എൻ പൈ ആകുമ്പോൾ പൈയുടെ ഏതെങ്കിലും ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആവുന്ന ഭാഗത്തെല്ലാം എന്താണ്, ഇത് സൈൻ എൻ പൈ ഈസ് സീറോ ആക്ച്വലി. ഇത് ഈ വേർ എൻ കുഡ് ബി 0, 1, 2, 3. അക്കോർഡിംഗ് ടു മാത്സ് സൈൻ എൻ പൈ എന്ന് പറയുന്നത് സീറോ ആണ്. ഓക്കെ, ഇത് എൻ എന്ന് പറഞ്ഞാൽ സീറോ ആവാം, 1 അത് സൈൻ പൈ, സൈൻ സീറോ, സൈൻ പൈ, സൈൻ 2 പൈ, സൈൻ 3 പൈ, അതെല്ലാം സീറോ ആണ്. അപ്പൊ ഇവിടെ പറഞ്ഞ സൈൻ കെ എക്സ് സീറോ ആണെന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? സൈൻ കെ എക്സ് സീറോ എന്ന് പറഞ്ഞാൽ കെ എക്സ് കുഡ് ബി ഈക്വൽ ടു എൻ പൈ എന്ന് എഴുതാൻ പറ്റും. കെ എക്സ് ഈക്വൽ ടു എൻ പൈ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ആൻഡ് വിത്ത് എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതന്നെ 0, 1, 2, 3 എക്സെട്ര. ഓക്കെ, ആൻഡ് വി ഓൾറെഡി നോ വേവ് നമ്പർ ഇസ് ഡിഫൈൻഡ് ആസ് 2 പൈ ബൈ ലാംഡ. വേവ് നമ്പർ ഇങ്ങനെ ഡെഫിനിഷൻ ആണ് നമുക്കറിയാം. അപ്പൊ നമുക്ക് ഇത് ഇവിടെ കൊടുക്കാം. കെ എക്സ് ഈക്വൽ ടു എൻ പൈ എന്ന് പറയുമ്പോൾ എന്താണ്? 2 പൈ ബൈ ലാംഡ ഇൻറ്റു എക്സ് ഈക്വൽ ടു എൻ പൈ. ഇതിന്റെ നിങ്ങൾക്ക് എക്സിന്റെ വാല്യൂ ഇതാണല്ലോ. സോ ഈ പൈ അപ്പുറത്തേക്ക് കൊണ്ടുപോകണേ ക്യാൻസൽഡ് ആവും. ആൻഡ് എക്സ് കുഡ് ബി റിട്ടൺ ആസ് എൻ ലാംഡ ബൈ 2 എന്ന് എഴുതാം. ഇവിടുത്തെ എൻ എന്ന് പറയുന്ന ഇറ്റ് വിൽ ടേക്ക് വാല്യൂസ് 0, 1, 2, 3 എക്സെട്ര. അപ്പം നോട്ട്സ് വരുന്നത് ഈ എക്സ് ഈ പൊസിഷനിലാവുമ്പോഴെല്ലാം നോട്ട്സ് വരും. അത് ലാംഡ ബൈ 2വിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട്, അതായത് 0, 1, 2, 3 ഈ വാല്യൂസിൽ, ഓക്കെ, മൾട്ടിപ്പിൾസ് ഓഫ് ലാംഡ ബൈ 2 ആയിട്ട് അവിടെ എല്ലാം എന്താണ്, നമ്മളുടെ നോട്ട് പൊസിഷൻ ആയിരിക്കും. അത് വേവ് ലെങ്തിന്റെ പകുതിയിൽ. ഓക്കെ, ഒരു വേവ് ലെങ്തിന്റെ പകുതി എന്ന് പറയുന്ന ആ പോയിന്റ് എപ്പോഴും ഈ ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് വിച്ച് ഇസ് ഫിക്സ്ഡ് അറ്റ് ബോത്ത് എൻഡ്സിന്റെ കേസിൽ, ദെൻ അതിന്റെ ഇന്റർവൽ മൾട്ടിപ്പിളും എല്ലാം അവിടെ എല്ലാം ആംപ്ലിറ്റ്യൂഡ് സീറോ ആയിരിക്കും, സീറോ ഡിസ്പ്ലേസ്മെന്റിന്റെ പോയിന്റ് ആയിരിക്കും. അപ്പം ഒരു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സക്സസീവ് നോട്ട്സ് എന്തായിരിക്കും? ഒരു സീറോ ആംപ്ലിറ്റ്യൂഡ് ഉള്ള ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു സീറോ ആംപ്ലിറ്റ്യൂഡ് ഉള്ള പോയിന്റിലേക്ക് വരുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എത്രയായിരിക്കും? ഷുവർലി. സോ ഫോർ ദാറ്റ് ഇത് വളരെ ഈസി ആണെന്നാലും എക്സ് ഈക്വൽ ടു എൻ ലാംഡ ബൈ 2 എന്ന് പറയുന്നതാണ് നമ്മുടെ പൊസിഷൻ ഓഫ് സീറോ ഡിസ്പ്ലേസ്മെന്റ്, അല്ലെങ്കിൽ സീറോ ആംപ്ലിറ്റ്യൂഡ്, അല്ലെങ്കിൽ നോട്ട്സ്, അല്ലെ? അപ്പൊ എന്ന് വെച്ചാൽ നമ്മുടെ വേർ എൻ റൺസ് ഫ്രം 0, 1, 2 എക്സെട്ര. സോ നമ്മുടെ ഫസ്റ്റ് നോഡ് എന്ന് പറയുന്നത്, ഫസ്റ്റ് നോഡിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് അറ്റ് എക്സ് ഈക്വൽ ടു 0 തന്നെയാണ്. ആൻഡ് നമ്മുടെ സെക്കൻഡ് നോഡ് എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത്? എക്സ് ഈക്വൽ ടു 1 into lambda by 2, which is lambda by 2. So ഇതിൻ്റെ അകത്ത് നമുക്ക് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സക്സസീവ് നോട്ട്സ്, അല്ലെങ്കിൽ രണ്ട് സീറോ ഡിസ്പ്ലേസ്മെന്റ് വരുന്ന, ആംപ്ലിറ്റ്യൂഡ് സീറോ ആവുന്ന രണ്ട് പോയിന്റ്സിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ലാംഡ 2 മൈനസ് 0 വിച്ച് ഇസ് ലാംഡ ബൈ 2. അത് വേവ് ലെങ്തിന്റെ പകുതി ഡിസ്റ്റൻസിൽ എത്തുമ്പോൾ എപ്പോഴും എന്താണ്, നമ്മളുടെ ഈ ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് വിച്ച് ഇസ് ഫിക്സ്ഡ് അറ്റ് ബോത്ത് എൻഡ്സിന്റെ കേസിൽ ആംപ്ലിറ്റ്യൂഡ് സീറോ ആവും. ഓക്കെ, അങ്ങനെ വരും. ആൻഡ് ഇതുപോലെ തന്നെ നമുക്ക് ആന്റി നോട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? ദ പോയിന്റ് വേർ ദ ആംപ്ലിറ്റ്യൂഡ് ഇസ് ദ ലാർജസ്റ്റ്. അതൊക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടതാണ്, അതിന്റെയും കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇഫ് യു കൺസിഡർ എവിടെയൊക്കെയാണ് ആന്റി നോഡിന്റെ പൊസിഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആന്റി നോഡിന്റെ പൊസിഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? സോ ഫ്രം ദിസ് ഇക്വേഷൻ, നമ്മളുടെ ഇക്വേഷൻ വരുന്ന, ബിക്കോസ് നമ്മളുടെ ഈ ഒരു ഇക്വേഷനകത്ത് 2a sin kx എന്ന് പറയുന്നതാണ് നമ്മളുടെ ഒരു ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ അത് മാക്സിമം ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ മിനിമം വാല്യൂ, ആംപ്ലിറ്റ്യൂഡ് 0 വരിക എന്ന് പറഞ്ഞാൽ എക്സ് 0 ആണ്. ഇത് മാക്സിമം വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? 2a sin kx മാക്സിമം വാല്യൂയിൽ എത്തുക മീൻസ് ഇംപ്ലൈസ് sin kxന്റെ മാക്സിമം വാല്യൂയിൽ എത്തിയാൽ മതി.
സൈൻ കെ എക്സ് മാക്സിമം ആയിരിക്കണം. നമുക്കറിയാം സൈൻ കെ എക്സിന്റെ ഒരു സൈൻ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. മാക്സിമം അതിന് പോകാൻ പറ്റുന്നത് 1 ആണ്. ദാറ്റ് മീൻസ് എന്റെ മോഡുലസ് ഫംഗ്ഷൻ എടുക്കുമ്പോൾ സോ മോഡ് സൈൻ കെ എക്സ് ഇസ് ഈക്വൽ ടു എന്റെ മാക്സിമം പോസിറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, ബിക്കോസ് ആംപ്ലിറ്റ്യൂഡ് നമുക്ക് മൈനസും ഉണ്ട്, മൈനസ് ഡയറക്ഷനിലും പ്ലസ് ഡയറക്ഷനിലും ഉണ്ട്, ബട്ട് വി ആർ കൺസിഡറിംഗ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. അപ്പം മോഡ് സൈൻ കെ എക്സ് 1 ആകുമ്പോഴാണ് നമുക്ക് ഈ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കിട്ടുന്നത്. അപ്പോ അക്കോർഡിംഗ് ടു മാത്തമാറ്റിക്സ് നമ്മളുടെ ഇത് ഇവിടെ ഒരു മാത്സ് വരുന്നുണ്ട്, ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സൈൻ എൻ പ്ലസ് ഹാഫ് പൈ, അത് സൈൻ എൻ പൈ പ്ലസ് പൈ ബൈ 2, അവിടെയാണ് നമുക്ക് 1 വരുന്നത്. ഇത് മാത്തമാറ്റിക്സ് ആണ്. ഓക്കെ, ആൻഡ് ദിസ് എൻ റൺസ് ഫ്രം 0, 1, 2, 3. ഇവിടെ അല്ല, അത് സൈൻ പൈ ബൈ 2, സൈൻ 3 പൈ ബൈ 2, ഇവിടെ എല്ലാം സൈൻ ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ്. സോ ഇൻ ജനറൽ സൈൻ എൻ പ്ലസ് ഹാഫ് പൈ എന്ന് പറയുന്നതിന്റെ വാല്യൂ 1 ആണ്. ദിസ് ഇസ് മാത്തമാറ്റിക്സ്. അപ്പൊ സൈൻ കെ എക്സ് 1 ആണ് മീൻസ് നമുക്ക് ഉറപ്പായിട്ടും പറയാം ദാറ്റ് കെ എക്സ് ഇസ് ഈക്വൽ ടു, ആർഗ്യുമെന്റ് ഷുഡ് ബി ഈക്വൽ ടു എൻ പ്ലസ് ഹാഫ് പൈ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. എൻ പ്ലസ് ഹാഫ് പൈ, വേർ എൻ ഇസ് ഗിവൺ ബൈ 0, n could be 0, 1, 2, 3, etc. And here also നമുക്കറിയാം നമ്മുടെ വേവ് നമ്പർ എന്ന് പറയുന്നത് 2 പൈ ബൈ ലാംഡ. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ കേക്ക് പകരം 2 പൈ ബൈ ലാംഡ കൊടുക്കാമല്ലോ. 2 പൈ ബൈ ലാംഡ എക്സ് ഇസ് ഈക്വൽ ടു എൻ പ്ലസ് ഹാഫ് പൈ. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ പൈ അപ്പുറത്തേക്ക് കൊണ്ടുവരുന്നത് ക്യാൻസൽ ആവും. ആൻഡ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഫ്രം ദാറ്റ് ഫംഗ്ഷൻ വി കുഡ് റൈറ്റ് എക്സ് ഈക്വൽ ടു n പ്ലസ് ഹാഫ് ലാംഡ ബൈ 2 എന്ന് എഴുതാൻ സാധിക്കും അല്ലെ. n പ്ലസ് ഹാഫ് ലാംഡ ബൈ 2 അപ്പുറത്തേക്ക് കൊണ്ടുവന്നു. n പ്ലസ് ഹാഫ് ലാംഡ ബൈ 2 ആൻഡ് വേർ ആൻഡ് ഇതാണ്, ആൻഡ് വേർ n could be 0, 1, 2, 3, etc. അപ്പൊ ഇതാണ് പൊസിഷൻ ഓഫ് ആന്റിനോട്സ്. അപ്പൊ സക്സസീവ് ആയിട്ടുള്ള കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ആന്റിനോട്സ് വരുന്ന ഡിസ്റ്റൻസ് എത്രയായിരിക്കും? അത് ഒരു ആന്റിനോഡ് വന്നതിന് ശേഷം അടുത്ത ആന്റിനോഡ് വരണമെങ്കിൽ എത്രമാത്രം ഡിസ്റ്റൻസ് വേണമെന്ന് കണ്ടുപിടിക്കാം നമുക്ക്. അത് ഒരു മാക്സിമം ആംപ്ലിറ്റ്യൂഡ് പോയിന്റ് എത്തി, ഇനി അടുത്ത മാക്സിമം ആംപ്ലിറ്റ്യൂഡ് പോയിന്റ് എത്തണമെങ്കിൽ എത്ര ഡിസ്റ്റൻസ് കഴിഞ്ഞായിരിക്കും എന്നുള്ളത് കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ്റെ അകത്ത് നമുക്ക് പറ്റുമല്ലോ. അപ്പൊ ഫസ്റ്റ് ആന്റിനോഡ് അല്ലെങ്കിൽ ഫസ്റ്റ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വരുന്ന ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എക്സിന്റെ ഇതിന്റെ അകത്ത് എന്നിന് 1 ഇട്ട് കൊടുക്കുക. സോ എക്സിന് 0 ഇട്ട് കൊടുക്കുക. സോ 0 പ്ലസ് ഹാഫ് ലാംഡ ബൈ 2 വിച്ച് ഇസ് ലാംഡ ബൈ 4. ഇനി സെക്കൻഡ് ആന്റിനോഡ്, അപ്പൊ ഇനി ഈ ഒരു പോയിന്റ് കഴിഞ്ഞ് അടുത്ത ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവുന്ന ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി വെൻ n is equal to 1. സോ 1 പ്ലസ് ഹാഫ് ലാംഡ ബൈ 2. സോ ദിസ് വിൽ ബി 3 ലാംഡ ബൈ 4. അപ്പം എത്രമാത്രം ഡിസ്റ്റൻസ് വേണം? നമ്മളിവിടുത്തെ ഡിസ്റ്റൻസിന്റെ എന്താണ് മാഗ്നിറ്റ്യൂഡ് ആണ് എടുക്കുന്നത്. എത്രമാത്രം ഡിസ്റ്റൻസ് വേണം, അടുത്ത ആ ഒരു എത്ര ഡിസ്റ്റൻസ് ആണ് അടുത്ത ആന്റിനോഡ് വരുന്നതെന്നുള്ള മാഗ്നിറ്റ്യൂഡ് നമുക്ക് നോക്കാം. സോ 3 ലാംഡ ബൈ 4 മൈനസ് ലാംഡ ബൈ 4. സോ എന്താണ് 4 into 3 12 ലാംഡ മൈനസ് 4 ലാംഡ ബൈ 16. മാഗ്നിറ്റ്യൂഡിന്റെ കാര്യമില്ല. സോ 8 lambda by 16. So this will be lambda by 2. Okay, so distance between two consecutive nodes and antinode എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി? distance between two consecutive antinode is equal to lambda by 2. ഇവിടെ നമുക്ക് distance between two successive നോട്ട്സ് അതും ലാംഡ ബൈ 2 ആണ്. ഇവിടെ നോക്കുക, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കൺസിക്യൂട്ടീവ് ആന്റിനോഡ് അതും ലാംഡ ബൈ 2 ആണ്. ഓക്കെ, അപ്പോഴത്തേക്കും നമുക്ക് ഇപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് വി ഹാവ് എ സ്ട്രിങ് വിച്ച് ഇസ് ഫിക്സ്ഡ് അറ്റ് ബോത്ത് എൻഡ്സ് എന്നുള്ളതാണ്. ഓക്കെ, വി ആർ ഡിസ്കസിങ് അബൌട്ട് എ സ്ട്രിങ് വിച്ച് ഇസ് ഫിക്സ്ഡ് അറ്റ് ബോത്ത് എൻഡ്സ്. അപ്പൊ അതാണ് അതിനെക്കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അത് പറയുന്നതിന് മുന്നേ ആണ് നമ്മൾ ഇത് ജനറൽ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇപ്പൊ പറഞ്ഞെല്ലാം ജനറൽ ആയിട്ടുള്ളതാണ്. അത് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദിസ് പൊസിഷൻ ഓഫ് നോഡ് ആൻഡ് ദിസ് ഇസ് ദ പൊസിഷൻ ഓഫ്
This is the position of antinode, and this is the distance between consecutive antinode and this distance between antinodes. ഇതെല്ലാം വളരെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഇനി ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ് വിച്ച് ഇസ് ഫിക്സ്ഡ് അറ്റ് ബോത്ത് എൻഡ്സിലേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, സ്ട്രെച്ച്ഡ് സ്ട്രിങ് നമ്മൾ ഇവിടെയാണ് നമ്മൾ കേസ് എടുക്കുന്നത്. ഞാൻ ഇവിടെ അത് തുടങ്ങും എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഫസ്റ്റ് കേസ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതായിരുന്നു, അതുകൊണ്ട് ഇവിടെ എഴുതുന്നുണ്ട്. ബട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ജനറൽ ആട്ടോ, കൺഫ്യൂസ്, ഇതൊക്കെ ജനറൽ കാര്യങ്ങളാണ്. ഓക്കെ, സോ നമ്മൾ ഇനിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ. നമ്മളിങ്ങനെ എഴുതിയിട്ട്, പക്ഷെ ഇത് പറയാതെ നമുക്കത് പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഇതെല്ലാം അതിന് പറഞ്ഞാണ് ജനറൽ ആയിട്ട് നമ്മൾ എല്ലായിടത്തും ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് ഇനി കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഞാൻ അവിടെ നിന്ന് മാറ്റിയത്. സോ സ്ട്രെച്ച്ഡ് സ്ട്രിങ് നമ്മുടെ ഫസ്റ്റ് കേസ് ആണ്. നമ്മൾ 3 കേസ്, അതിൻ്റെ അകത്ത് ഈ ഏറ്റവും എനിക്കൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഈ സ്ട്രിങ് ഫിക്സ്ഡ് അറ്റ് ബോത്ത് എൻഡ്സ് തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും അധികം. അല്ലെങ്കിൽ നെക്സ്റ്റ് ലൈനിലാണ് നിങ്ങൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ചിലപ്പോൾ കാര്യം ബാക്കിയൊക്കെ കുറച്ചും കൂടി ഇത് എന്താ പഠിക്കുക. ഇത് എന്തായാലും സ്ട്രെച്ച്ഡ് സ്ട്രിങ് ഫിക്സ്ഡ് അറ്റ് ബോത്ത് എൻഡ്സ് ആയിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം പഠിക്കണം എന്താണെങ്കിലും. At both ends, stretched string fixed at both ends. So we have a string which is fixed at both ends. രണ്ട് എൻഡിലും ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ഈ ഒരു എൻഡ് നമ്മൾ എപ്പോഴും സാധാരണ എപ്പോഴും എല്ലാത്തിന്റെയും ഒറിജിൻ ആ പൊസിഷൻ എന്ന് പറയുന്നത് 0 ആയിട്ടല്ലേ എടുക്കുക. സോ ഈ പൊസിഷൻ ആസ് ഓൾവേസ് അത് നമ്മൾ ഈ ഒരു എൻഡിനെ 0 ആയിട്ട് എടുക്കുന്ന സ്റ്റാർട്ടിങ് പൊസിഷന്. ആൻഡ് ഇപ്പം ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത് എന്ന് പറയുന്നത്, സ്ട്രിങ് ലെങ്ത് എന്ന് പറയുന്നത് സപ്പോസ് ഇഫ് ഇറ്റ് ഇസ് L ആണെങ്കിൽ ഈ ഭാഗത്തെ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്ന എല്ലാം ആയിരിക്കുമല്ലോ ഒബ്വിയസ്ലി. ഓക്കെ, അപ്പൊ നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻസ് നമുക്ക് മനസ്സിലാവും. ദാറ്റ് ഇസ് ഒന്ന് എക്സ് ഈക്വൽ ടു 0യും ഒരെണ്ണം എക്സ് ഈക്വൽ ടു എല്ലും. അതെന്ന് പറയുന്നത് വിച്ച് വിൽ ബി ദ പൊസിഷൻ ഓഫ് നോട്ട്സ്. ഓക്കെ, അതെന്ന് പറയുന്നത് നമ്മുടെ നോട്ട് പൊസിഷൻ ആയിരിക്കും. ദർ വിൽ ബി 0 ഡിസ്പ്ലേസ്മെന്റ്. കാര്യം വെച്ചാൽ നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻ ആണ് അത്. നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന അറ്റത്തിൽ എപ്പോഴും 0 ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് നമുക്കറിയാം. സോ നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻ അനുസരിച്ച് എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു എൽ എന്ന് പറയുന്നത് നോട്ട്സ് ആയിരിക്കും. കാര്യം ഫിക്സ്ഡ് എൻഡ്സിലെ ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും എന്താണ് 0 ആണ്. ഓക്കെ, അപ്പം നമുക്ക് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ പോയിന്റില് നമ്മൾ എക്സ് ഓൾറെഡി 0 ആണെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ അകത്ത് നമ്മുടെ നോഡിന്റെ കണ്ടീഷൻ എന്താണ്? നമ്മുടെ നോഡിന്റെ കണ്ടീഷൻ അനുസരിച്ച് എക്സ് ഈക്വൽ ടു എൻ ലാംഡ, പൊസിഷൻ ഓഫ് നോട്ട്സ് ഇൻ ജനറൽ. ഓക്കെ, പൊസിഷൻ ഓഫ് നോട്ട്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഗിവൺ ബൈ എക്സ് ഈക്വൽ ടു എൻ ലാംഡ ബൈ 2ലാണ്, വേർ ദ എൻ റൺസ് ഫ്രം 0, 1, 2, 3 എക്സെട്ര ആണ് ഇൻ ജനറൽ വരിക. അപ്പൊ ഇവിടെ ഓൾറെഡി തന്നെ നമ്മുടെ ഫസ്റ്റ് നോഡ് എന്ന് പറയുന്നത് എന്തിലാ വന്നേക്കണേ? എക്സ് ഈക്വൽ ടു 0യിലായിരിക്കുമല്ലോ. അപ്പൊ അത് ഓൾറെഡി ഇവിടെ സാറ്റിസ്ഫൈഡ് ആയി. ആൻഡ് ദെൻ അതർ നോഡ് ഈസ് എക്സ് ഈക്വൽ ടു എൽ. കാര്യം നമുക്കറിയാം ഒരു ബൗണ്ടറി, റിജിഡ് ബൗണ്ടറി ആണെങ്കിൽ അവിടെ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കണം. അപ്പൊ എക്സ് ഈക്വൽ ടു എൽ ഷുഡ് ഓൾസോ ബി എ നോട്ട്. ആൻഡ് നോട്ട് കണ്ടീഷൻ എന്താണ്? എക്സ് എന്ന് പറയുന്ന എൻ ലാംഡ ബൈ 2 എന്ന് പറയുന്നതാണ് നോട്ട് കണ്ടീഷൻ. അപ്പൊ നോട്ട് കണ്ടീഷൻ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഈ എൽ എന്ന് പറയുന്ന L should be equal to this not condition, because x equal to L is a point of node according to our boundary condition. And not condition എന്ന് പറയുന്നത് നോഡിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് x equal to n lambda by 2. ഇത് രണ്ടും കൂടി തട്ടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇക്വേറ്റ് ചെയ്യാം. എല്ലിനെ എന്ത് ചെയ്യാം? n lambda by 2 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. ആൻഡ് ഹിയർ നമ്മുടെ n എന്ന് പറയുന്ന ഒരു കാരണവശാലും n 0 അല്ല, ബിക്കോസ് n 0 ആവുന്നത് ഇനീഷ്യൽ പൊസിഷനിലാണ്. സോ ഇവിടുത്തെ n എന്ന് പറയുന്നത് ഇറ്റ് വിൽ റൺ ഫ്രം 1, 2, 3 എക്സെട്ര. ബിക്കോസ് n 0 ആവുമ്പോൾ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ആണ് കിട്ടുന്നത്. അതല്ലാത്ത ഏതെങ്കിലും ഒരു n ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. സോ n വിൽ ബി 1, 2, 3 എക്സെട്ര. സോ അതിൻ്റെ നമുക്ക് L is equal to n lambda by 2 എന്ന് കിട്ടി. അപ്പം ഞാൻ ഇതൊന്നും കൂടി ഇപ്പുറത്ത് എഴുതാം. ഓക്കെ, ഓക്കെ, പടമായി ഇത്ര പെട്ടെന്ന്. ഓക്കെ, L is equal to n lambda by 2. L is equal to n lambda by 2. അപ്പൊ ഇതിൻ്റെ നമുക്ക് ലാംഡ എങ്ങനെ എഴുതാം? ലാംഡ is equal to 2L by n, and where n is equal to 1, 2, 3 etc. അപ്പം
ഏതൊക്കെ പോസിബിൾ വേവ് ലെങ്ത് ഇവിടെ നമുക്ക് പോസിബിൾ ആവും എന്നുള്ളത് നമുക്ക് ഈ ഇക്വേഷൻ്റെ അകത്ത് നിന്ന് കിട്ടും. ഓക്കെ, ദീസ് ആർ ദ പോസിബിൾ വേവ് ലെങ്ത് ഓഫ് ദ സ്റ്റേഷനറി wave. These are the possible wavelength for the wavelength of stationary wave which is fixed at both ends for a string. അത് നമുക്ക് മനസ്സിലായി. അപ്പം നമുക്കറിയാം വേവ് ലെങ്തും ലാംഡയും മ്യൂവും തമ്മിലുള്ളത് ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ വി ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ എന്നുള്ളതാണ്. അപ്പൊ അതിൻ്റെ അത് നമുക്ക് ഫ്രീക്വൻസി എഴുതാം. ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഫ്രീക്വൻസി എങ്ങനെ എഴുതാം? ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ഒക്കെ ഓൾറെഡി നമ്മൾ കണ്ടതാണ്. ഫ്രീക്വൻസി മ്യൂ ഇസ് ഈക്വൽ ടു വി ബൈ ലാംഡ എന്നുള്ളതാണ് അല്ലെ. അപ്പം സി വി ബൈ ലാംഡ എന്ന് പറഞ്ഞാൽ 2L/n. സോ ഈ 2L/n മുകളിലേക്ക് പോകുമ്പം n/2L ആവും. ദാറ്റ് ഈസ് NV/2L. സോ നമ്മുടെ ന്യൂയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടി NV/2L. ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ ദ frequency where this n could be 1, 2, 3 etc. അപ്പം നമ്മൾ അങ്ങനെ ഇതിൻ്റെ അകത്തെ നാച്ചുറൽ ഫ്രീക്വൻസീസ് അല്ലെങ്കിൽ അപ്പൊ ഇത്രയും നോക്കൂ, നമ്മൾ സാധാരണ ഒരു വേവ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഒറ്റ ഫ്രീക്വൻസിയാണ് നമുക്ക് അവിടെ പറയാൻ പറ്റുന്നത്. ഇവിടെ നോക്കി, യു ഹാവ് n1 ഇടുമ്പോൾ നമുക്ക് ഒരു ഫ്രീക്വൻസി ഇവിടെ കിട്ടും. ഈ എൻ്റെ വാല്യൂ 2 ഇട്ട് കൊടുക്കുമ്പോൾ വേറൊരു ഫ്രീക്വൻസി, എൻ്റെ വാല്യൂ 3 ഇട്ട് കൊടുക്കുമ്പോൾ വേറൊരു ഫ്രീക്വൻസി. അപ്പൊ നമുക്കൊരു നാച്ചുറൽ ഫ്രീക്വൻസി അല്ല, നാച്ചുറൽ ഫ്രീക്വൻസീസ് ആണ്. ഒരുപാട് ഫ്രീക്വൻസീസ് കിട്ടുന്നുണ്ട്. അപ്പം ഈ ഫ്രീക്വൻസിയാണ് നമ്മൾ വിളിക്കുന്നത് നോർമൽ മോഡ്സ് ഓഫ് ഓസിലേഷൻ ഓഫ് ദ സിസ്റ്റം. നോർമൽ മോഡ്സ് ഓഫ് ഓസിലേഷൻസ് ഓഫ് ദ സിസ്റ്റം. നോർമൽ മോഡ്സ് ഓഫ് ഓസിലേഷൻസ് ഓഫ് ദ സിസ്റ്റം എന്ന് ഇതിനെയാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ആ നാച്ചുറൽ ഫ്രീക്വൻസി, പോസിബിൾ ആയ ഏറ്റവും ലോവസ്റ്റ് ആ ഫ്രീക്വൻസിയാണ് ഫണ്ടമെന്റൽ മോഡ് അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക് എന്ന് വിളിക്കുക. ഓക്കെ, ഇതിന്റെ തന്നെ ലോവസ്റ്റ് പോസിബിൾ ഫ്രീക്വൻസി, അതിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ മോഡ് എന്ന് വിളിക്കും. ഫണ്ടമെന്റൽ മോഡ് അഥവാ നമ്മൾ വിളിക്കുന്നത് ഫസ്റ്റ് ഹാർമോണിക് എന്നാണ്. അഥവാ ഫസ്റ്റ് ഹാർമോണിക് എന്നാണ് വിളിക്കുക. ഓക്കെ, സി ബിക്കോസ് ഇവിടെ നമുക്ക് നോർമൽ മോഡ്സ് എടുക്കുന്നതിന്റെ കാര്യം ഇത് ഓസിലേറ്റ് ചെയ്യുന്നത് ഒരു സ്പെക്ട്രം ഓഫ് ഫ്രീക്വൻസീസ് ആണ്. ഓക്കെ, ആൻഡ് ഓരോ ഫ്രീക്വൻസിയിലും അത് വൈബ്രേറ്റ് ചെയ്യുമ്പം ഓരോ ഫ്രീക്വൻസി വൈബ്രേറ്റ് ചെയ്യുമ്പം അതിന് ആ വേവിന് അതിൻ്റെതായ പ്രോപ്പർട്ടി ഉണ്ട്, ലാംഡ ഫ്രീക്വൻസി അതൊക്കെ. ഓക്കെ, സോ അങ്ങനെ ഒരു സ്പെക്ട്രം ഓഫ് ഫ്രീക്വൻസീസിൽ വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് here we have normal modes of oscillation. അതിനെ കളക്റ്റീവ് ആയിട്ട് വിളിക്കുന്നതാണ്. ഓക്കെ, അത് മാത്രമല്ല ഈ എല്ലാ പോസിബിൾ ഫ്രീക്വൻസീസിലും ഇതിന് വൈബ്രേറ്റ് ചെയ്യാമല്ലോ. അപ്പം ഈ ദ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ സ്റ്റാൻഡിംഗ് വേവ്സിനാണ് നമ്മൾ ആ സിസ്റ്റത്തിന്റെ ഹാർമോണിക്സ് എന്ന് വിളിക്കുന്നത് ബേസിക്കലി. ആൻഡ് എല്ലാ പോസിബിൾ ഫ്രീക്വൻസീസിനെ വൈബ്രേറ്റ് ചെയ്യുന്ന ആ സ്റ്റാൻഡിംഗ് വേവ്സിനെ നമ്മൾ ഹാർമോണിക്സ് എന്ന് വിളിക്കും. അതിൻ്റെ അകത്ത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഹാർമോണിക്കിനാണ് ഈ പറയുന്ന പോലെ ഫണ്ടമെന്റൽ മോഡ് അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക് എന്ന് വിളിക്കുന്നത്. ഇനി ബാക്കിയുള്ളതിനെല്ലാം സെക്കൻഡ്, തേർഡ് എക്സെട്ര അങ്ങനെ വിളിക്കും. ഓക്കെ, അങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പം എസ്പെഷ്യലി നമ്മൾ ഫസ്റ്റ് ഹാർമോണിക് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ മോഡ്, പിന്നെ അതിന്റെ ഏത് മൾട്ടിപ്പിൾ ആണ്. ഇപ്പം ഇതിന്റെ സ്ട്രിങ്ങിന്റെ കേസിൽ നമുക്ക് സെക്കൻഡ് ഹാർമോണിക്, തേർഡ് ഹാർമോണിക്, ഫോർത്ത് ഹാർമോണിക് ഒക്കെ എടുക്കാൻ പറ്റും. ഇനി നമ്മൾ നെക്സ്റ്റ് അടുത്ത ഒരു കേസ് എന്ന് വെച്ചാൽ സ്ട്രിങ് ഒരറ്റത്ത് മാത്രമാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്, മറ്റേ അറ്റം ഓപ്പൺ ആണ്. അങ്ങനെ ഒരു നമ്മളിപ്പോ ജസ്റ്റ് നെക്സ്റ്റ് വരും. അപ്പൊ ആ കേസിൽ എന്ന് പറയുമ്പോൾ യു ഡോണ്ട് ഹാവ് സെക്കൻഡ് ഹാർമോണിക്, യു ഡോണ്ട് ഹാവ് ഫോർത്ത് ഹാർമോണിക്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഫണ്ടമെന്റൽ ഹാർമോണിക്കിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ ഏത് മൾട്ടിപ്പിൾ ആണ് നെക്സ്റ്റ് പോസിബിൾ ഫ്രീക്വൻസി എന്ന് വെച്ചിട്ട് ആ മൾട്ടിപ്പിളിന്റെ പേരിലാണ് ഇത് വരുന്നത്. ഓക്കെ, സോ അത് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പൊ നോക്കിക്കേ, നമ്മുടെ ഈ ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ് വിച്ച് ഇസ് ഫിക്സ്, അത് നമുക്ക് അടുത്ത സെക്ഷൻ ചെയ്യുമ്പം അത് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. പക്ഷെ ഞാൻ ഇപ്പോഴേ പറഞ്ഞേ ഉള്ളൂ, ഒരു കണക്ഷന് വേണ്ടിയിട്ട് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഇവിടെ നോക്കുക, നമ്മുടെ ഈ സ്ട്രെച്ച്ഡ് സ്ട്രിങ് രണ്ട് എൻഡിലും ഫിക്സ് ചെയ്തിരിക്കുന്ന സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിനെ സംബന്ധിച്ച് അതിന്റെ n=1 വരുന്ന ആ ഫ്രീക്വൻസി ആണ് എന്ത്, നമ്മുടെ ഫണ്ടമെന്റൽ മോഡ് അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക് എന്ന് പറയുന്നത്. അപ്പൊ n1 വരുമ്പോൾ മ്യൂ ഇസ് ഗിവൺ ബൈ V/2L. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നതാണ് നമ്മളുടെ ഫണ്ടമെന്റൽ മോഡ് അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക്.
ഇവിടുത്തെ v എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സ്പീഡ് ഓഫ് ദ വേവ്. ഓക്കെ, v എന്ന് പറയുന്നത് v എന്ന് പറയുന്ന സ്പീഡ് ഓഫ് വേവ് ആണ്. ദാറ്റ് ഇസ് ഡിറ്റർമിൻഡ് ബൈ ദ മീഡിയം ആണ് അത് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ നെക്സ്റ്റ് നോക്ക്, ന്യൂ ഇസ് ഈക്വൽ ടു v/2l. ഇതാണ് ഫസ്റ്റ് ഹാർമോണിക് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ മോഡ്. ഓക്കെ, ഫസ്റ്റ് ഹാർമോണിക് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ മോഡ്. ഇനി നോക്കിക്കേ, അടുത്ത എവിടെയാ വരുന്നത്? n is equal to 2 ആണ് നെക്സ്റ്റ് വരാൻ പോകുന്നത്. n is equal to 2 അതിന്റെ അകത്തെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഗിവൺ ബൈ 2nu/2l. അപ്പം നോക്കിക്കേ, ദിസ് കുഡ് ബി റിട്ടൺ ആസ് 2 into nu/2l എന്ന് എഴുതാവല്ലോ. അത് nu/2l എന്ന് പറയുന്നതാണ് നമ്മുടെ ഫണ്ടമെന്റൽ ഹാർമോണിക്. അതിന്റെ സെക്കൻഡ് മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഇതിനെ വിളിക്കുന്നതാണ് സെക്കൻഡ് ഹാർമോണിക് എന്ന് വിളിക്കും. ബിക്കോസ് ഓഫ് വിച്ച് ഇതിനെ സെക്കൻഡ് ഹാർമോണിക് എന്ന് വിളിക്കുന്നു. ഇനി അടുത്ത് നോക്കുക, നെക്സ്റ്റ് ഫ്രീക്വൻസി, അതിന് അടുത്ത സിസ്റ്റത്തിന് ഓസിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ n is equal to 3 ഇടുമ്പോൾ കിട്ടും. സോ nu is given by 3nu/2l അഥവാ 3 into nu/2l അല്ലേ. ദാറ്റ് മീൻസ് ഫണ്ടമെന്റൽ മോഡിന്റെ തേർഡ് മൾട്ടിപ്പിൾ. സോ ഇതിനെ തേർഡ് ഹാർമോണിക് എന്ന് വിളിക്കും. തേർഡ് ഹാർമോണിക്. അങ്ങനെ ഇങ്ങനെ നമുക്ക് എന്നിങ്ങനെ മാറ്റി മാറ്റി എല്ലാ ഹാർമോണിക്സും പരിചയപ്പെടാൻ സാധിക്കും. അപ്പം ഈ എല്ലാ ഹാർമോണിക്സ്, ഈ സ്റ്റാൻഡിങ് വേവ്സിന് പറ്റുന്ന എല്ലാ ഹാർമോണിക്സും, ഓൾ പോസിബിൾ വേവ്സിനെയും കൂടെ വിളിക്കുന്ന പേരാണ് ഹാർമോണിക്സ്. ഓക്കെ, അതിൻ്റെ അകത്താണ് ഏറ്റവും ലോവസ്റ്റ് പോസിബിൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാർമോണിക് അല്ലെ, ഫണ്ടമെന്റൽ ഹാർമോണിക്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാർമോണിക്കിന്റെ അടുത്ത ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയത്, അത് 2 ആയതുകൊണ്ട് 2 into ഫസ്റ്റ് ഹാർമോണിക് ആയതുകൊണ്ട് അതിന് സെക്കൻഡ് ഹാർമോണിക് എന്ന് വിളിക്കുന്നു. അടുത്ത അതിന് വൈബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്രീക്വൻസി 3 into ഫണ്ടമെന്റൽ ഫസ്റ്റ് ഹാർമോണിക് ആയതുകൊണ്ട് അതിന് തേർഡ് ഹാർമോണിക് എന്ന് വിളിക്കുന്നു. അങ്ങനെ അത് പോകുന്നു. ഇനി നിങ്ങളുടെ ഈ സൈഡിലുള്ള പടം നോക്കുക. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ടെക്സ്റ്റിലെ പടമാണ്. ഇവിടെ എന്ന് പറയുന്നത് ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ് വിച്ച് ഇസ് ഫിക്സ്ഡ് അറ്റ് ബോത്ത് എൻഡ്സ്. ആ ഒരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഓർക്കുക, സ്ട്രെച്ച്ഡ് സ്ട്രിങ് ഫിക്സ്ഡ് അറ്റ് ബോത്ത് എൻഡ്സ്. അപ്പം അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻ എല്ലാം വരുന്നത്. L is equal to n lambda/2 and that lambda and that nu is given by this. അതിന്റെ ആ ഹാർമോണിക്സ് എന്ന് പറയുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അത് ഫസ്റ്റ് 6 ഹാർമോണിക്സ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കി, ഇതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാർമോണിക് ആണ്. സോ ഫസ്റ്റ് ഹാർമോണിക് അഥവാ ഇതാണ് നമ്മുടെ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് അല്ലെ. ഈ ഇവിടെ L എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ബൈ n lambda/2 ആണ്. ഓക്കെ, ഇവിടുത്തെ ഈ L എന്ന് പറയുന്നത് വിച്ച് ഇസ് ഗിവൺ ബൈ, ഇവിടുത്തെ L എന്ന് പറയുന്നത് ഗിവൺ ബൈ 2 lambda/2 ആണ്. See, from this equation L is given by this one. അഥവാ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഈ L ആണ്, അല്ലെങ്കിൽ ജനറലി നമ്മൾ പറയുന്നതിന്റെ അക്കോർഡിംഗ് ടു ലാംഡ ടേംസിൽ പറയും. ഇവിടുത്തെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ലാംഡ, ഇവിടുത്തെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 2 times 2l/1 ആണ്. ആൻഡ് ഇവിടുത്തെ നമ്മുടെ സെക്കൻഡ് ഉണ്ട് ലാംഡ എന്ന് പറയുന്നത് 2l/2 ആണ്. ദിസ് ഇസ് ഫ്രം ദിസ് ഇക്വേഷൻസിന്റെ എഴുതാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഇവിടെ പരിചയപ്പെടാൻ സാധിക്കും. ഇവിടെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ദാറ്റ് ഇസ് ലാംഡ ഇസ് ഈക്വൽ ടു 12 ആണെന്നൊക്കെ എഴുതാൻ പറ്റും. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കുക, ഇതെങ്ങനെ ഇപ്പൊ നിങ്ങളോട് പരീക്ഷയ്ക്ക് പടം വരയ്ക്കാൻ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാ നമുക്ക് എഴുതാം? ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക് ആണെങ്കിൽ സ്ട്രിങ് ഒരു ലൂപ്പിലെ വൈബ്രേറ്റ് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഫസ്റ്റ് ഹാർമോണിക് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ആണെങ്കിൽ സ്ട്രിങ് ഒരു ലൂപ്പിൽ മാത്രമാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇനി സെക്കൻഡ് ഹാർമോണിക്കിലാണെങ്കിൽ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുന്ന 2 ലൂപ്പിലാണ്. യു ഹാവ് 1 2 2 ലൂപ്പില്ലേ. തേർഡ് ഹാർമോണിക് ആകുമ്പോൾ നിങ്ങൾക്ക് 3 ലൂപ്പ് കാണും. ഇനി ഫോർത്ത് ഹാർമോണിക് ആണെങ്കിൽ യു ഹാവ് 4. ഫിഫ്ത്ത് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 5 ലൂപ്പിൽ വൈബ്രേറ്റ് ചെയ്യും. 6th ആകുമ്പോൾ 3 4 5 6 ലൂപ്സിൽ വൈബ്രേറ്റ് ചെയ്യും. അപ്പൊ ബേസിക്കലി എന്താ സംഭവിക്കുക? അങ്ങനെ ഹയർ ഹാർമോണിക്സ് എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി കൂടുകയാണ്, അഥവാ വേവ് ലെങ്ത് അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേവ് ലെങ്ത് കുറയുന്നു. ഹയർ ഹാർമോണിക്സിലേക്ക് പോകുമ്പോൾ ഫ്രീക്വൻസി കൂടുന്നുണ്ട് അല്ലെ. വേവ്സ് ഇവിടെ കൂടുതലാണ്. 6th ഹാർമോണിക്കിൽ വരുമ്പം ഫ്രീക്വൻസി ഇവിടെ കൂടുതലാണ്. ഏറ്റവും ഫ്രീക്വൻസി കുറവുള്ളത് ഇവിടെയാണ്.
ഇവിടെ ഈ ഫസ്റ്റിലാണ് ലാംഡ വേഗം ഏറ്റവും അധികം കൂടുതലുള്ളത്. ഓക്കെ, അപ്പൊ സ്ട്രിങ്ങിന് പല ഫ്രീക്വൻസീസിൽ വൈബ്രേറ്റ് ചെയ്യാം. അത് സ്ട്രിങ്ങിന് വേണമെങ്കിൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാം, 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 ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാം. ഇവിടെ മാത്രമല്ല, ഈ പല മോഡ്സിന്റെ സൂപ്പർ പൊസിഷനിലും ആക്ച്വലി അതിന് വൈബ്രേറ്റ് ചെയ്യാം. ഓക്കെ, അതിൽ ചിലത് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും, ചിലത് ലെസ് എക്സൈറ്റഡ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾക്കറിയാം മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, സിത്താറും വയലിൻ പോലുള്ള ഇൻസ്ട്രുമെന്റ്സ് എല്ലാം വർക്ക് ചെയ്യുന്ന ഇതിന്റെ ഒരു പ്രിൻസിപ്പിൾ ആയിരിക്കും. ഈ ഒരു സൂപ്പർ പൊസിഷൻ ഓഫ് ദിസ് മോഡ്സ് അതിന്റെ വെച്ചിട്ടായിരിക്കും. അപ്പൊ ഏതെങ്കിലും ഒരു സ്ട്രിങ് പ്ലക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ബ്ലോ ചെയ്യുമ്പോഴത്തേക്കും ഏത് മോഡാണ് അവിടെ പ്രൊമിനന്റ് ആവുന്നതെന്ന് ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കും. മ്യൂസീഷ്യൻസിന് അറിയാം ഏത് മോഡാണ് അവിടെ വരുന്നത് എന്നുള്ളത്. അപ്പം ബേസിക്കലി ഇതാണ് അവിടുത്തെ കാര്യം. ഓക്കെ, അപ്പൊ അതറിഞ്ഞിരിക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ വരാൻ പോകുന്നതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇവിടെ കണ്ട പോലെ തന്നെ നെക്സ്റ്റ് നമ്മളിപ്പോ പറഞ്ഞ ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ് വിച്ച് ഇസ് ഫിക്സ്ഡ് അറ്റ് ബോത്ത് എൻഡ്സ് ആണ്. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻഡ് ക്ലോസ്ഡും മറ്റേ എൻഡ് ഓപ്പൺ. അത് നമ്മുടെ ഈ സ്ട്രെച്ച്ഡ് സ്ട്രിങ് വിച്ച് ഇസ് ഫിക്സ്ഡ് അറ്റ് ബോത്ത് എൻഡ്സ് എന്ന് പറഞ്ഞ ഇവിടെ വി ഹാവ് ക്ലോസ്ഡ് ബൗണ്ടറി ആയിരുന്നു. രണ്ടറ്റത്തും നമുക്ക് ക്ലോസ്ഡ് ബൗണ്ടറി ആണ് വന്നിരിക്കുന്നത്. ഇനി ഇവിടെ നെക്സ്റ്റ് നമ്മൾ ഒരു കാണാൻ പോകുന്നത് ഒരെണ്ണം ഓപ്പണും ഒരെണ്ണം ക്ലോസ്ഡും ആയിട്ടുള്ള ഒരു ബൗണ്ടറിയാണ് കാണാൻ പോകുന്നത്. ഓക്കെ, അതായത് നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഓസിലേഷൻസ് ഓഫ് എയർ കോളം. ഓസിലേഷൻസ് ഓഫ് എയർ കോളം with one end closed and other open. One end closed and other end open. ഒരു എൻഡ് ക്ലോസ്ഡും മറ്റേ എൻഡ് നമ്മൾ ഓപ്പൺ ആക്കുകയോ ചെയ്യുന്നത്. അപ്പം ഒരു എൻഡ് എന്ന് പറയുന്നത് ഇവിടെ ഓപ്പൺ ബൗണ്ടറി. വി ആർ എൻകൗണ്ടറിങ് ഹിയർ വൺ ഓപ്പൺ ബൗണ്ടറി ആൻഡ് വൺ ക്ലോസ്ഡ് ബൗണ്ടറി. അങ്ങനെയാണ് നമ്മളിനെ കാണുന്നത്. അപ്പൊ ഇതിനെ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ, യു അസ്യൂം ദർ ഇസ് എ ഗ്ലാസ് ട്യൂബ്. ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ടെന്ന് വിചാരിക്കുക. ആൻഡ് ആ ഗ്ലാസ് ട്യൂബിന്റെ അകത്ത് നിറയെ വെള്ളം നിറച്ചു വെച്ചിരിക്കാൻ, ഇച്ചിരി വെള്ളം ഇങ്ങനെ വെച്ചിരിക്കാന്ന് വിചാരിക്കുക. പാർഷ്യലി ഫിൽഡ് ആണ്, മുഴുവൻ ഫിൽ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ വെള്ളവുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ഈ ഗ്ലാസ് ട്യൂബിന്റെ ഈ പോർഷൻ ആയിരിക്കും അവിടുത്തെ നോഡ് എന്ന് പറയുന്നത്. ദിസ് വിൽ ബി ദ നോഡ്. ഓക്കെ, ആൻഡ് ഇതിന്റെ ഓപ്പൺ എൻഡ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഓപ്പൺ അറ്റ്മോസ്ഫിയറിലേക്ക് ഓപ്പൺ ആയിരിക്കുന്ന ആ എൻഡ് എന്ന് പറയുന്നതായിരിക്കും ആന്റിനോഡ്. കാര്യം വെച്ചാൽ ഈ ഭാഗത്തുള്ള പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കും. ഇവിടെ ആയിരിക്കും എന്താണ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുക. അപ്പൊ അതെന്ന് പറയുന്ന ആന്റിനോഡും ഈ ഭാഗം എന്ന് പറയുന്ന അവിടെ നോഡും ആയിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഒരു എയർ കോളം ഓപ്പൺ അറ്റ് വൺ എൻഡ് ക്ലോസ്ഡ് അതർ എൻഡ് ആണെങ്കിൽ ഫണ്ടമെന്റൽ മോഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതിന്റെ വരിക. അത് ആ നോഡ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് എൻഡിൽ ഉള്ളത് നോഡും ഓപ്പൺ എൻഡിൽ വരുന്നതാണ് ആന്റിനോഡും. ഓക്കെ, ഈ നോഡ് പോയിന്റിൽ, അതായത് ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള ആ പോയിന്റിൽ, ക്ലോസ്ഡ് ബൗണ്ടറിയിൽ നോഡ് പോയിന്റിൽ പ്രഷർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ്. അല്ല, പ്രഷർ ചേഞ്ച് മാക്സിമം ആണ്. നമുക്കറിയാമല്ലോ, നമ്മൾ പഠിച്ച് ഏർലിയർ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് നമുക്കറിയാം പ്രഷർ മാക്സിമം ആണ്. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്. 0, അതുകൊണ്ട് തന്നെയാണ് അത് നോട്ട് പോയിന്റ് ആവുന്നത്. ഓക്കെ, ആൻഡ് ഓപ്പൺ എൻഡിൽ എന്താ സംഭവിക്കുക? ഈ ഓപ്പൺ എൻഡിൽ എന്താണ് വരിക? ഓപ്പൺ എൻഡ് എന്ന് പറയുന്നത് തിരിച്ചു വരും. അത് ഇവിടെ ലീസ്റ്റ് പ്രഷർ ചേഞ്ച് ലീസ്റ്റ് ആണ്. ആൻഡ് പ്രഷർ ചേഞ്ച് ലീസ്റ്റും മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പോയിന്റ് അവിടെ നമുക്ക് ആന്റിനോഡ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സിസ്റ്റം ആകുമ്പോൾ നോഡും ആന്റിനോഡും നമുക്ക് എളുപ്പം മനസ്സിലാക്കും. അതായത് അറ്റ്മോസ്ഫിയറിലേക്ക് ഓപ്പൺ ആയിരിക്കുന്ന ആ പോയിന്റ് ആണ് ആന്റിനോഡ്. മറ്റേ വെള്ളമായിട്ട് ചേർന്ന് കിടക്കുന്ന ആ പൊസിഷൻ അല്ലെങ്കിൽ ക്ലോസ്ഡ് ബൗണ്ടറി എവിടെയാണോ അതായിരിക്കും നോഡ്. അപ്പൊ നമ്മൾ എപ്പോഴും പോലെ തന്നെ ഈ വെള്ളവുമായിട്ട് ചേർന്നിരിക്കുന്ന ഈ ഭാഗത്തിന് നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് നമ്മൾ എക്സ്പോസിഷൻ ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ ഇത് x=0 എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നോഡ് കണ്ടീഷൻ ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു നോഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് x=0. x0 എന്ന് പറയുന്നതാണ് ഒരു നോഡ് കണ്ടീഷൻ. അത് ഇപ്പൊ നമ്മൾ x=0 എന്ന് ഈ ഭാഗത്തിന് കൊടുക്കുകയാണെങ്കിൽ we could write x=0 and നമുക്കറിയാം നോഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? x=n λ/2 where n is equal to 0, 1, 2, 3 etc. for n is equal to 0, x=0. അപ്പൊ ആ ഒരു നോഡ് കണ്ടീഷൻ ഓൾറെഡി ഇവിടെ സാറ്റിസ്ഫൈഡ് ആവുകയാണ്. ആൻഡ് ഇപ്പൊ നോഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്.
ഇനി യു കൺസിഡർ ദ പോയിന്റ് എക്സ് ഈക്വൽ ടു എൽ. എക്സ് എൽ എന്ന് പറഞ്ഞ പോയിന്റ് കൺസിഡർ ചെയ്യുക. അതെന്താണ്? ആന്റി നോഡ് ആണെന്നാണ് നമുക്കറിയാം. കാര്യം ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ആണ്. അതുകൊണ്ട് തന്നെ അത് ആന്റി നോഡാണ്. അപ്പൊ ആന്റി നോഡിന്റെ കണ്ടീഷൻ എന്താണ്? ആന്റി നോഡ് ഫോർ ആന്റി നോഡ് എൽ ഷുഡ് ബി ഈക്വൽ ടു, നമ്മൾ ജസ്റ്റ് കണ്ടിരുന്നു. ഓക്കെ, ആന്റി നോഡിന്റെ കണ്ടീഷൻ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ആന്റി നോഡിന്റെ കണ്ടീഷൻ നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് yeah, this is the condition for antinode x equal to n plus half lambda by 2 for antinode. Antinode condition എന്ന് പറയുന്നത് ഇതാണ്, x equal to n plus half lambda by 2. ഇതായിരിക്കണം കണ്ടീഷൻ. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. with n running from 0, 1, 2, 3 etc. അപ്പൊ ഇതിന്റെ അകത്ത് രണ്ടിന്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാം എൽ എന്ന് പറയുന്ന ആന്റിനോഡാണ്. അതിന്റെ എക്സിന്റെ കണ്ടീഷൻ അവിടെ ഇതായിരിക്കണം. ദാറ്റ് മീൻസ് എന്താണ്? n plus half lambda by 2 should be equal to L. ഇതിന്റെ അകത്ത് നമുക്ക് വേവ് ലെങ്തിനെ എങ്ങനെ എഴുതാം? ലാംഡ എങ്ങനെ എഴുതാൻ സാധിക്കും? ലാംഡ ഇസ് ഈക്വൽ ടു ഈ 2 അപ്പുറത്തേക്ക് മുമ്പ് 2L ഡിവൈഡഡ് ബൈ n പ്ലസ് ഹാഫ് എന്നാവും ഇക്വേഷൻ. ഓക്കെ, വേർ n runs from 0, 1, 2, 3 etc. അപ്പൊ നോർമൽ മോഡ്സ് ഓഫ് നാച്ചുറൽ ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ ഫ്രീക്വൻസി എങ്ങനെയാ? അപ്പൊ നമ്മൾ വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ സെറ്റ് ഓഫ് ഫ്രീക്വൻസീസ് അല്ലെങ്കിൽ നോർമൽ മോഡ്സ്. നോർമൽ മോഡ്സ് എന്ന് പറയുന്നത് അഥവാ അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസീസ് ആണ്. നമ്മൾ ദാറ്റ് സെറ്റ് ഓഫ് നാച്ചുറൽ ഫ്രീക്വൻസീസ് അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ന്യൂ ഇസ് ഈക്വൽ ടു വി ബൈ ലാംഡ അല്ലേ. സോ വി ബൈ ലാംഡയ്ക്ക് പകരം 2L ബൈ n പ്ലസ് ഹാഫ്. അപ്പം നമുക്ക് ഈ n പ്ലസ് ഹാഫും 2L ബൈ n പ്ലസ് ഹാഫും മുകളിലേക്ക് പോകുമ്പോൾ എന്ത് വരും? n പ്ലസ് ഹാഫ് ബൈ 2L എന്ന് വരും. ദാറ്റ് മീൻസ് വി ഹാവ് ദിസ് set of natural frequencies as nu is equal to v by 2L into n plus half, where n is equal to 0, 1, 2, 3 etc. അപ്പൊ ഇതിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി നമുക്ക് നോക്കാം. വാട്ട് ഇസ് എ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി? ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് നേരത്തെ പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ ഇപ്പൊ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തത്. അപ്പൊ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി മീൻസ് which is the first one, that corresponds to n is equal to 0. അതായത് എനിക്ക് 0 ആകുമ്പോൾ എന്ത്? nu is equal to v by 2L into 0 plus half. So which is given by nu by v by 4L. v എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ് കേട്ടോ, സ്പീഡ് ഓഫ് ദ വേവ്. v by 4L. ഇനി നെക്സ്റ്റ് ഹയർ ഫ്രീക്വൻസി നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഇസ് കറസ്പോണ്ടിങ് ടു n is equal to 1 ആണല്ലോ അടുത്ത ഫ്രീക്വൻസി. ഈ ഫ്രീക്വൻസി ലൈൻ ഓസിലേറ്റ് ചെയ്യാം. അതല്ലാതെ വേണമെങ്കിൽ അതിന് നെക്സ്റ്റ് വേറെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് n is equal to 1 ആണ്. പിന്നെ അതിന്റെ അടുത്ത ഓസിലേറ്റ് ചെയ്യാൻ പോകുന്ന ഫ്രീക്വൻസി ദാറ്റ് ഇസ് given by n is equal to 1. അപ്പൊ ന്യൂ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്ത്? ന്യൂ is equal to v by 2L into n എന്ന് പറഞ്ഞാൽ 1 plus half. So v by 2L into 2 plus 1 plus half എന്ന് പറയുന്നത് 3 by 2. സോ ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ആസ് എ മൾട്ടിപ്പിൾ ഓഫ് ദിസ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആയിട്ട് എഴുതാൻ ശ്രമിക്കുകയാണെങ്കിൽ v by 4L into 3 എന്ന് എനിക്ക് ഇതിനെ എഴുതിക്കൂടെ? അത് 3 into v by 4L എന്ന് എനിക്ക് എഴുതാൻ പറ്റില്ല. അതായത് ഈ ഫണ്ടമെന്റൽ ഇതെന്ന് പറയുന്നത് ദിസ് ഇസ് v by 4L എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. അതിന്റെ തേർഡ് മൾട്ടിപ്പിൾ ആണ് എനിക്ക് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെ വിളിക്കുന്ന പേര് തേർഡ് ഹാർമോണിക്സ് എന്നാണ്. തേർഡ് ഹാർമോണിക്സ്. നമ്മൾ ആ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് വിച്ച് ഇസ് ഫിക്സ്ഡ് അറ്റ് ബോത്ത് എൻഡ്സിൽ വി ഹാവ് ഫസ്റ്റ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ അതിന്റെ വേറൊരു പേരാണ് ഫസ്റ്റ് ഹാർമോണിക്. അത് കഴിഞ്ഞ് അവിടെ വന്നത് സെക്കൻഡ് ഹാർമോണിക്കും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ സെക്കൻഡ് ഹാർമോണിക് ഇല്ല, തേർഡ് ഹാർമോണിക് ആവുന്ന കാര്യം ഇതാണ്. നമ്മുടെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ ഏത് മൾട്ടിപ്പിൾ ആണ് നെക്സ്റ്റ് വരുന്നത് അതനുസരിച്ചിട്ടാണ് ഈ ഹാർമോണിക് നെയിമിംഗ് വരുന്നത്. ഇവിടെ 3 ആണ്, അതുകൊണ്ട് തേർഡ് ഹാർമോണിക്. ഇനി അടുത്ത എന്താന്ന് നോക്കാം. അടുത്ത ഏത് ഫ്രീക്വൻസി വൈബ്രേറ്റ് ചെയ്യും? n is equal to 2 ഇട്ട് കൊടുക്കണല്ലോ. സോ nu is equal to v by 2L into 2 plus half. സോ v by 2L into 2 plus half എന്ന് പറയുന്നത് 5 by 2. സോ 5 by 2. സോ ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതാമല്ലോ, 5 into v by 4L എന്ന് എഴുതാം. സോ ഇവിടെ ഫണ്ടമെന്റൽ ഹാർമോണിക്കിന്റെ 5th ടൈംസിലാണ് വന്നിരിക്കുന്നത്. സോ ഇതിനെ വിളിക്കുന്നത് 5th ഹാർമോണിക് എന്നാണ്.
So likewise, നിങ്ങൾ n is equal to 3, n is equal to 4 ഒക്കെ ഇടുമ്പം what you see is that ഈ ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ ഓഡ് മൾട്ടിപ്പിൾ ആയിട്ടായിരിക്കും വരുന്നത്. അതായത് മീൻസ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി താഴേക്ക് വരുന്നതെല്ലാം ഓഡ് ഹാർമോണിക്സ് ആയിരിക്കും. ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസീസിലായിരിക്കും അതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോഴത്തേക്കും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ പടമുണ്ട്. അത് എയർ കോളം, ഒരു എൻഡ് ക്ലോസ്ഡും മറ്റേ എൻഡ് ഓപ്പണും ആയിട്ടുള്ള ഒരു എയർ കോളത്തിന്റെ ഫസ്റ്റ് 6 ഓഡ് ഹാർമോണിക്സിന്റെ പടങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സി, ഫണ്ടമെന്റൽ ഹാർമോണിക്, പിന്നെ വരുന്ന 3rd, 5th, 7th, 9th, 11th. ഇതിങ്ങനെ തന്നെ വരുള്ളൂ. ഇവിടെ സെക്കൻഡ് ഹാർമോണിക് ഒന്നും വരുന്നില്ല. കാര്യം ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ ഓഡ് മൾട്ടിപ്പിൾസിലാണ് ഇത് മൊത്തം പോകുന്നത്. ഓക്കെ, അല്ലാതെ അത് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അതങ്ങനെയാണ് വരിക. ഇനി ഇതിന്റെ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മളോട് പടം വരയ്ക്കാനൊക്കെ ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ ആ എന്താണ് വെള്ളം എവിടെയാണോ ടച്ച് ചെയ്ത് നിൽക്കുന്നത്, അതായത് വെള്ളം എന്നല്ല, ജസ്റ്റ് ദിസ് ഇസ് ദ ഫിഗർ, റൈറ്റ്? വെള്ളം ടച്ച് ചെയ്യുന്നതല്ല, നമ്മുടെ ഓപ്പൺ ബൗണ്ടറിയില്, ഓക്കെ, ഇതെന്ന് പറയുന്ന ഒരു എൻഡ് ഓപ്പണും മറ്റേ എൻഡ് ക്ലോസ്ഡും ആയിട്ടിരിക്കുന്ന ഒരു ഹെയർ കോളത്തിന്റെ നോർമൽ മോഡ്സ് ആണ് കാണിച്ചിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഇതിന്റെ അകത്ത് നോക്കുക, അത് വെള്ളം ടച്ച് ചെയ്യുന്ന ആ എൻഡ് എന്ന് പറയുന്നതാണ് നമ്മളുടെ നോട്ട് പോയിന്റ്. അത് ക്ലോസ്ഡ് ബൗണ്ടറി ആയിട്ട്, ഓക്കെ. അതായത് എപ്പോഴും ശ്രദ്ധിക്കുക, നോഡെന്ന് പറയുന്നത് ഫണ്ടമെന്റൽ അല്ലെ ഫസ്റ്റ് ഹാർമോണിക് ഇരിക്കുമ്പോൾ നോഡെന്ന് പറയുന്നത് ക്ലോസ്ഡ് എൻഡിലാണ് നമ്മൾ നോഡ് വരയ്ക്കുക. ക്ലോസ്ഡ് എൻഡ് എന്ന് പറയുന്ന നോഡും ക്ലോസ്ഡ് എൻഡ് എന്ന് പറയുന്നതാണ് നോഡ്, ആൻഡ് ആന്റി നോഡ് എന്ന് പറയുന്നത് എപ്പോഴും ഓപ്പൺ എൻഡും ആയിരിക്കും. ഓക്കെ, അതങ്ങനെ വരയ്ക്കാം. നമ്മൾ ഫണ്ടമെന്റൽ ഹാർമോണിക് വയ്ക്കുമ്പോൾ അത് ഫണ്ടമെന്റൽ ഹാർമോണിക് വരയ്ക്കുമ്പോഴത്തേക്കും ഇങ്ങനെ നോഡ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് എൻഡ്, ഇതെന്ന് പറയുന്നത് ഓപ്പൺ എൻഡ്. ഓക്കെ, ദ അതർ വൺ ഈസ് ദ ഓപ്പൺ എൻഡ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വി ഹാവ് ദിസ് നോഡ് ആൻഡ് ഹിയർ വി ഹാവ് ദ ആന്റി നോഡ്. ഇവിടെ ആയിരിക്കും നമ്മുടെ ആന്റി നോഡ് വരുന്നത്. ആൻഡ് പിന്നെ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സി, ഇപ്പൊ നമുക്ക് ഇവിടെ എന്ന് പറയുമ്പം ഇവിടുത്തെ ലാംഡ, ഈ ഫസ്റ്റ് ഹാർമോണിക്കിലെ ഫണ്ടമെന്റൽ ഹാർമോണിക്കിലായിരിക്കും ഏറ്റവും ലാർജസ്റ്റ് വേവ് ലെങ്ത് വരുന്നത്. ദിസ് വിൽ ബെയർ ദ ലാർജസ്റ്റ് വേവ് ലെങ്ത്. അത് ഏറ്റവും സ്മോളസ്റ്റ് ഓസിലേഷൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓസിലേഷൻ ഈ ഫണ്ടമെന്റൽ ഹാർമോണിക്കിലായിരിക്കും. സി, അപ്പൊ ഇവിടുത്തെ ഈ ഡിസ്റ്റൻസ്, ലെങ്ത് ഓഫ് എയർ കോളം എന്ന് പറയുന്നത് ഇതാണല്ലോ. ദിസ് ഇസ് ദ ലെങ്ത് ഓഫ് എയർ കോളം. അപ്പൊ അതെന്ന് പറയുന്നത് നോക്കിക്കേ, ഇവിടെ ഒരു വേവ്, ഇത് ഒരു വേവിനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇത് ഇനിയും മുന്നോട്ട് പോയിട്ട്, പടം വരയ്ക്കുമ്പോൾ ഇത് എങ്ങനെ ഇരിക്കും എനിക്കറിയില്ല. സി, ഇപ്പൊ ഇതൊരു വേവ് കംപ്ലീറ്റ് ആവുന്നില്ല. ഇനിയും ഈ വേവ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇത്രയും കൂടി മുന്നോട്ട് പോകണ്ട ഇങ്ങനെ. ഓക്കെ, വൺ സെക്കൻഡ്, ലെറ്റ് മീ ട്രൈ. ഓക്കെ, എനിക്ക് നേരെ പടം വരയ്ക്കാൻ പറ്റുന്നില്ല. ബട്ട് വാട്ട് ഐ മെന്റ് ഇസ് ദാറ്റ് ഇത്ര കുറച്ചും കൂടി നല്ല എന്താ പറയാ, നോക്കട്ടെ, ട്രൈ വൺസ് മോർ ആൻഡ് ദെൻ ഇനിയും പറ്റുന്നില്ല. അതാണ് ഇതിന് കുറച്ച് നീളം കൂടുതലായതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. അതായത് നമുക്കൊരു വേവ്, ലെറ്റ് മീ ഡു വൺ മോർ ടൈം. ഓക്കെ, ഓക്കെ, ഇത് ഇത്രയല്ല, ഇത്രയും കൂടി ഡിസ്റ്റൻസ് നിങ്ങൾ ഇവിടെ എത്ര ഡിസ്റ്റൻസ്, ഇവിടെ എത്ര, സോറി, ഇവിടെ എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ അത്രയും തന്നെ ഈ വേവിന് ഡിസ്റ്റൻസ് ഉണ്ട്. ഞാൻ ചുരുക്കം കാണിക്കാൻ ഉദ്ദേശിച്ച ഇത്രേ ഉള്ളൂ. അതായത് ഇത് രണ്ടും കൂടി കൂടുമ്പോഴാണ്, ബിക്കോസ് നമുക്കൊരു ക്രസ്റ്റ് ടു ക്രസ്റ്റ് അല്ലെ ട്രഫ് ടു ട്രഫ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാണല്ലോ വേവ് ലെങ്ത്. അപ്പം ഇവിടുന്ന് ഇവിടം വരെ പോകുന്നതാണ് ഒരു ഫുൾ വേവ് ലെങ്ത്. അപ്പം ആ ഫുൾ വേവ് ലെങ്തിന്റെ ഒരു ഹാഫ് 1/4 ഇവിടെ എത്തിയിട്ടുള്ളൂ. മനസ്സിലായോ? അത് ഈ ഒരു പോയിന്റിൽ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ദിസ് ഇസ് ദ നോഡ് ആൻഡ് ദിസ് ഇസ് ദ ആന്റി നോഡ് ആൻഡ് ദിസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ എയർ കോളം. ആ ലെങ്ത് ഓഫ് ദ എയർ കോളം എന്ന് പറഞ്ഞാൽ ഇവിടെ λ/4 മാത്രമേ വന്നിട്ടുള്ളൂ. ഓക്കെ, ദിസ് ഇസ് ജസ്റ്റ് λ/4. ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇക്വേഷൻ അതിന് കിട്ടും. ഓക്കെ, വി ഹാവ് ദിസ് ഇക്വേഷൻ, ആന്റി നോഡ് ഇക്വേഷൻ ഉണ്ട്. ഇതിന്റെ where is that? Yeah, lambda is equal to 2l/n plus half. First harmonic n 0 ആവുമ്പോൾ lambda is equal to 2l/half. അത് 4l എന്ന് വരും. That is L is equal to
ലാംഡ ബൈ 4 എന്ന് വരും. അപ്പൊ അത്രയുമേ അവിടെ ഫസ്റ്റ് ഹാർമോണിക് ആണ് നമ്മുടെ സിസ്റ്റം ഓസിലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം റെസൊണേറ്റ് ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ ലെങ്ത് എന്ന് പറയുന്നത്, നമ്മുടെ ലാംഡ എന്ന് പറയുന്ന L is equal to ലാംഡ ബൈ 4. അതാണ് ആ ഒരു കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ആണെങ്കിൽ എത്രയാ വരുന്നത്? ഇവിടെ ആണെങ്കിൽ if you consider this one, ഇതിന്റെ അകത്ത് നമ്മൾ ഈ സെക്കൻഡ് ഹാർമോണിക്കിനെ സെക്കൻഡ് വൺ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും യു ആർ ഗെറ്റിംഗ് 3 ലാംഡ ബൈ 4. അത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് യു ആർ ഹാവിങ് 3 ലാംഡ ബൈ 4 ഉണ്ട്. മനസ്സിലായോ? ദാറ്റ് മീൻസ് ഇതൊരു ഫുള്ള് നമുക്കിപ്പം ഒരു ക്രസ്റ്റ് ടു ക്രസ്റ്റ് അല്ലെ ട്രഫ് ടു ട്രഫ് ഡിസ്റ്റൻസ് ആണല്ലോ നമ്മുടെ ഒരു വെയിൽ ലെങ്ത്. ഇത് കംപ്ലീറ്റ് ചെയ്യണം, ഇത്രയും കൂടെ വേണമല്ലോ. അപ്പം ഈ ഇത്രയുമാണ് ഇവിടെ ഇല്ലാത്തത്. ദാറ്റ് മീൻസ് ഒരു ലാംഡ ബൈ 4ന്റെ കുറവേ ഉള്ളൂ. അത് ലാംഡയിൽ നിന്നും ലാംഡ ബൈ 4 കുറച്ച് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 3 ലാംഡ ബൈ 4. അപ്പൊ അതാണ് ഇവിടം വരെയുള്ള ഈ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് ലെങ്ത് ഓഫ് ദ എയർ കോളം. സോ ഇവിടെ എന്ന് പറഞ്ഞാൽ L is equal to 3 ലാംഡ ബൈ 4. L is equal to 3 ലാംഡ ബൈ 4. ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കി ഈ പടം വരയ്ക്കാം. ഓക്കെ, L is equal to 3 ലാംഡ ബൈ 4. എങ്ങനെ പടം വരയ്ക്കാം എന്ന് എങ്ങനെ പടം വരയ്ക്കാം? എല്ലിന്റെ വാല്യൂ നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഈ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് എവിടേക്കാണ് ആന്റി നോഡ്സ് വരുന്നത്, എവിടേക്കാണ് നോഡ് പോയിന്റ്സ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം ഇതിന്റെ അകത്ത് നമുക്ക് L എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും ഫ്രം ദിസ് ഇക്വേഷൻ. എന്നിട്ട് അക്കോർഡിംഗ്ലി നമുക്ക് നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് ഇപ്പൊ മനസ്സിലായി. 3 ലാംഡ ബൈ 4 എന്ന് പറയുന്നത് അപ്പൊ L ഫോർ ദ തേർഡ് ഹാർമോണിക് യു ആർ ഹാവിങ് L is equal to 3 ലാംഡ ബൈ 4. 3 ലാംഡ ബൈ 4 വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ലാംഡ ഒരു ഫുൾ വേവ് ലെങ്ത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലാംഡ ബൈ 4ന്റെ കുറവ് പോലെ വരയ്ക്കണം. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ ഈ പടം എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇനി അതുപോലെ ഫിഫ്ത്ത് ഹാർമോണിക് എടുക്കുമ്പോൾ യു കുഡ് സീ ഹിയർ ഫ്രം ദിസ് ഫിഗർ, യു സീ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് N is equal to 2 കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് L is equal to 5 ലാംഡ ബൈ 4 എന്ന് കിട്ടും. അപ്പൊ 5 ലാംഡ ബൈ 4 എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ നോക്കിക്കേ, ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ലാംഡ. സി ഈ നോഡ് വരെയുള്ള ഡിസ്റ്റൻസ് അല്ലേ, അല്ലെങ്കിൽ ഒരേ ഫേസിലുള്ള പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണല്ലോ. ഈ പോയിന്റ് ഇതെന്ന് പറയുന്നതാണ് ഒരു ലാംഡ. അതിന്റെ കൂടെ പിന്നെ 5 ലാംഡ ബൈ 4 എന്ന് പറയുന്നത് പിന്നെ ഒരു ലാംഡ ബൈ 4ഉം കൂടി കൂട്ടുകയാണ്. മനസ്സിലായോ? ലാംഡ പ്ലസ് ലാംഡ ബൈ 4 ചെയ്യുമ്പോഴാണ് യു ആർ ഗെറ്റിംഗ് 5 ലാംഡ ബൈ 4. സോ അക്കോർഡിംഗ്ലി നിങ്ങൾക്ക് അങ്ങനെ വെച്ചിട്ട് ഈ പടം ഓർത്ത് വരയ്ക്കാം. സി ദാറ്റ് ഇസ് ദ വേ ഓഫ് ഡ്രോയിങ് ദിസ് ഡയഗ്രാം. അതർവൈസ് നിങ്ങൾക്ക് ഇങ്ങനെ ഇപ്പൊ എല്ലാം നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വിചാരിച്ചാൽ മതി. ഈ ഒരു പടത്തിനാണെങ്കിൽ നമുക്ക് ഈ ഫസ്റ്റ് ഫണ്ടമെന്റൽ ഹാർമോണിക് വരയ്ക്കുമ്പോഴത്തേക്കും ഇങ്ങനെ നോഡ് അറ്റ് ക്ലോസ്ഡ് എൻഡ്, ആന്റി നോഡ് അറ്റ് ഓപ്പൺ എൻഡ്. ഇനി തേർഡ് ഹാർമോണിക് വരയ്ക്കുമ്പോൾ 3യുടെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്? 1.5 3യുടെ പകുതി 1.5 സെഗ്മെന്റ് ആയിട്ട് വരയ്ക്കുക. സി ഇതിനെ ഒരു സെഗ്മെന്റ് എന്ന് നിങ്ങൾ വിളിച്ചിട്ട് 1.5 സെഗ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാം. ഓർക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്, ഇപ്പൊ ഫിഫ്ത്ത് ഹാർമോണിക് വരയ്ക്കാൻ തന്നെ 5ന്റെ പകുതി 2.5 ആണ്. അപ്പം 2.5 സെഗ്മെന്റ് വരയ്ക്കുക. ഇതിനെ ഒരു സെഗ്മെന്റ് എന്ന് വിളിച്ചിട്ട് ഒരു സെഗ്മെന്റ് ഒരു അര സെഗ്മെന്റ് അല്ലെങ്കിൽ ഒരു ലൂപ്പ് എന്നോ എന്തെങ്കിലും വിളിച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ഇപ്പൊ 7 ആണെങ്കിൽ 3/5 വരും. അങ്ങനെ നിങ്ങൾക്ക് ഓർത്ത് വരയ്ക്കാം. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കും, ഇനി നിങ്ങൾക്ക് ആ ഫോമുലയിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തി ആ ഫോമുല ഓർത്ത് വെക്കാനും സാധിക്കും. ഓക്കെ, that you could do. So അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ആന്റി നോഡും അവിടെ ഒരു നോഡും ഉണ്ട്. അപ്പം ഫസ്റ്റ് ഹാർമോണിക്സിനെ സംബന്ധിച്ച് ഒരു നോഡും ഒരു ആന്റി നോഡും. അങ്ങനെയാണ് സെക്കൻഡ് ഹാർമോണിക് നോക്കുക. എവിടെയൊക്കെയാണ് സീറോ ഡിസ്പ്ലേസ്മെന്റ് പോയിന്റ്സ് നോക്കുക. ഇവിടെ ഒരു നോഡ് വരുന്നുണ്ട്, ഇവിടെയും നമുക്ക് സീറോ ഡിസ്പ്ലേസ്മെന്റ് ഉള്ളത്. അപ്പം ഇതും നോഡാണ്. ആൻഡ് see those 2 points are the nodes. and here നമുക്കറിയാം ഇതിന്റെ ഒരു ലാംഡ ബൈ 2, അത് 2 നോഡ്സിന്റെ ഇടയിൽ ഒരു ആന്റി നോഡ് ഉണ്ടാവും. ഓക്കെ, അതാണ് അതിന്റെ ഒരു കാര്യം. അപ്പൊ ഈ നോഡിന്റെ ഇടയിൽ ഈ പോയിന്റിൽ ഡെഫിനറ്റ്ലി there is an ആന്റി നോഡ്. ഇവിടെ ഒരു ആന്റി നോഡ് ഉണ്ട്. ആൻഡ് ഓപ്പൺ എൻഡിൽ അല്ലെങ്കിൽ ആന്റി നോഡും ഉണ്ട്.
സോ നോക്കിയ തേർഡ് ഹാർമോണിക്കില് രണ്ട് ആന്റി നോഡും ഉണ്ട്. അതുപോലെ ഫിഫ്ത്ത് ഹാർമോണിക് എപ്പോഴും ആദ്യം നിങ്ങൾക്ക് ഈ നോഡും ഈ ഓപ്പൺ എൻഡിലെ ആന്റി നോഡും മാർക്ക് ചെയ്യുക. എല്ലാ പടത്തിനും നിങ്ങൾക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം കേട്ടോ. ഇറ്റ് മീൻസ് സി ഇവിടുത്തെ നോഡ്, ഇവിടുത്തെ ആന്റി നോഡ്, ഇവിടെ നോഡ്, ഈ ഓപ്പൺ എൻഡിലെ ആന്റി നോഡ്. അതിങ്ങനെ ഓർത്ത് വെക്കുക. ഇവിടുത്തെ നോഡ്, ഇവിടുത്തെ ഓപ്പൺ എൻഡിലെ ആന്റി നോഡ് എന്ന് മാർക്ക് ചെയ്യാം. പിന്നെ ഈ കൂട്ടിമുട്ടുന്ന പോയിന്റിലെല്ലാം യു വിൽ ഹാവ് സീറോ ഡിസ്പ്ലേസ്മെന്റ്. സോ ദിസ് വിൽ ബി എ പോയിന്റ് ഓഫ് നോഡ്, ദിസ് വിൽ ബി എ പോയിന്റ് ഓഫ് നോഡ്, ദിസ് വിൽ ബി നോഡ്, ദിസ് വിൽ ബി നോഡ്, ദിസ് വിൽ ബി നോഡ്. അങ്ങനെ ആ സീറോ ഡിസ്പ്ലേസ്മെന്റ് പോയിന്റ്സിനെ എല്ലാം നമ്മൾ നോഡ് എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം, സിംഗിളി മാർക്ക് ചെയ്യാം. രണ്ട് നോഡുകളുടെ ഇടയിൽ, ബിക്കോസ് എപ്പോഴും രണ്ട് നോഡിന്റെ ഇടയിൽ യു വിൽ ബി ഹാവിങ് ആൻ ആന്റി നോഡ്. ഓക്കെ, സോ അപ്പൊ ഇവിടെ ഒരു ആന്റി നോഡ് ഉണ്ടാവും. ലൈക്ക് വൈസ് ഇവിടെ ഒരു ആന്റി നോഡ് ഉണ്ടാവും, ഇവിടെ ഒരു ആന്റി നോഡ് ഉണ്ടാവും, ഇവിടെയും ഒരു ആന്റി നോഡ് ഉണ്ടാവും, ഇവിടെ ആന്റി നോഡ് ഉണ്ടാവും, ഇവിടെ ആന്റി നോഡ് ഉണ്ടാവും, ഇവിടെ ആന്റി നോഡ് ഉണ്ടാവും, ഇവിടെ ആന്റി നോഡ് ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാം ഇതിന്റെ. അപ്പം അതുപോലെ ഇപ്പം ഓരോന്നിന്റെ എത്ര ആന്റി നോഡ് ഉണ്ട്, എത്ര നോഡ് ഉണ്ട് എന്ന് നമുക്ക് എണ്ണി നോക്കാം. അപ്പൊ തേർഡ് ഹാർമോണിക്സിനെ സംബന്ധിച്ച് 2 നോട്ട്സ് 2 ആന്റി നോട്ട്സ്. ഫിഫ്ത്ത് ഹാർമോണിക്കിനെ സംബന്ധിച്ച് 3 നോട്ട്സ് 3 ആന്റി നോട്ട്സ്. സെവൻത്ത് ഹാർമോണിക്കിന് 4 നോട്ട്സ് 4 ആന്റി നോട്ട്സ്. ഓക്കെ, അപ്പൊ അത് ആ തരത്തിൽ നമുക്ക് ഓർത്ത് മനസ്സിലാക്കി വെക്കാം. ഇനി നോക്കുക, ഇനി നിങ്ങൾക്ക് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നെക്സ്റ്റ് യു ഹാവ്, ഇത് അധികം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇതെന്ന് പറയുന്നത് there is a pipe at both ends. Pipe which is open at both ends ആണ് നമ്മുടെ നെക്സ്റ്റ് കണ്ടീഷൻ. പൈപ്പ് which is open at both ends, അത് രണ്ട് എൻഡിലേക്കും ഓപ്പൺ ആയിട്ടുള്ള പൈപ്പ് which is open at both ends, രണ്ട് എൻഡിലേക്കും ഓപ്പൺ ആയിട്ടുള്ള ഒരു പൈപ്പിന്റെ എന്താണ് അങ്ങനത്തെ ഒരു കണ്ടീഷൻ. അവിടുത്തെ ആന്റിനോഡും നോഡും ആണ് കാണിച്ചിരുന്നത്. ഇപ്പം ഒരു പൈപ്പിന്റെ രണ്ട് എൻഡും ഓപ്പൺ ആണെങ്കിൽ ആ ഓപ്പൺ എൻഡിൽ എപ്പോഴും മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. അപ്പൊ ഓപ്പൺ എൻഡ് എപ്പോഴും എന്താണ് ആന്റിനോഡ്സ് ആയിരിക്കും. ഇവിടുത്തെ രണ്ട് പൈപ്പുകൾ ബൗണ്ടറി ഇല്ല, ഓപ്പൺ എൻഡ്സിൽ എപ്പോഴും ആന്റിനോഡ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ഒരു ഓപ്പൺ എയർ കോളും എല്ലാ ഹാർമോണിക്സും ആക്ച്വലി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ പടമാണ് നിങ്ങളുടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു പടമാണ്. സി കാര്യം വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ എൻഡില് സി ഫണ്ടമെന്റൽ അല്ലെ ഫസ്റ്റ് ഹാർമോണിക് എന്ന് പറഞ്ഞ ഇതാണ്. അതിന്റെ സെക്കൻഡ് ഹാർമോണിക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്, 2 നോട്ട്സ് 2 ആന്റി നോട്ട്സ്. തേർഡ് ഹാർമോണിക്കിലും സി ഇതുപോലെ ഫോർത്ത് ഹാർമോണിക്. അപ്പൊ അവിടെ നമുക്ക് വി ഹാവ് ഫസ്റ്റ് ഹാർമോണിക്, സെക്കൻഡ് ഹാർമോണിക്, തേർഡ് ഹാർമോണിക്, ഫോർത്ത് ഹാർമോണിക്, എല്ലാ ഹാർമോണിക്സും അവിടെ ജനറേറ്റ് ആവുന്നുണ്ട്. For a pipe which is open at, where is that, both ends, all harmonics are present. ഫണ്ടമെന്റൽ ഹാർമോണിക്കിന്റെ എല്ലാ മൾട്ടിപ്പിൾസും ഇവിടെ പ്രസന്റ് ആവുന്നുണ്ട്, അത് നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. ആൻഡ് ഇവിടെ നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കോർഡിംഗ് നമുക്ക് ഈ പടത്തിൽ നിന്ന് തന്നെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. സി ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് എന്ത്, ലെങ്ത് ഓഫ് ദാറ്റ് എയർ കോളം, ലെങ്ത് ഓഫ് ദാറ്റ് എയർ കോളം. ആൻഡ് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്ന നമുക്ക് ഈ പടം നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, ഇവിടുന്ന് ഇവിടം വരെയുള്ളതെന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് λ/2. സോ ഡെഫിനറ്റ്ലി എൽ എന്ന് പറയുന്നത് ഇവിടെ n λ/2 ആണ്. ദാറ്റ് ഇസ് ദ പൊസിഷൻ ഓഫ് ദ ആന്റിനോഡ്. ആന്റിനോഡിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ്, n λ/2. ആൻഡ് സോ λ is equal to 2l/n. ആൻഡ് ഇവിടെ ന്യൂ എന്ന് പറയുന്നത് is given by nb/2l. ഓക്കെ, സോ ഇതെന്ന് പറയുന്നതാണ് നമ്മുടെ ഹാർമോണിക് ഫ്രീക്വൻസി. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മളുടെ പൊസിഷൻസ്, പോയിന്റ് പൊസിഷൻസ്. ഓക്കെ, ഇവിടെ ഒരു ഓപ്പൺ പൈപ്പിലെ ഫസ്റ്റ് 4 ഹാർമോണിക്സ് ആണ് ഇവിടെ ഡെപിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് 4 ഹാർമോണിക്സ് ആണ് ഇവിടെ എല്ലാം വരും. സോ ദിസ് ഇസ് ജസ്റ്റ് കൈൻഡ് ഓഫ് ലൈക്ക് നമ്മുടെ ഇവിടെ എല്ലാ ഹാർമോണിക്സും വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് എല്ലാ ഹാർമോണിക്സും ഇതിന് വരുന്നുണ്ട്. സോ ദിസ് ഇസ് ജസ്റ്റ് ലൈക്ക് നമ്മളുടെ മറ്റേ ഇതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്.
ഓക്കെ, നമ്മളുടെ സോറി, ഇത് ആന്റിനോഡ് പോയിന്റ് അല്ല. ആന്റിനോഡ് എന്നല്ല, ദിസ് ഇസ് ദ കണ്ടീഷൻ ഫോർ എല്ലാ പോസിബിൾ വേവ് ലെങ്തിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ്, L is equal to n lambda by 2. ഓക്കെ, വിത്ത് നമ്മൾ ഈ നോട്ട് കണ്ടീഷൻ വെച്ചിട്ട് തന്നെയാണ്. സോ ജസ്റ്റ് L is equal to n lambda by 2, ദാറ്റ് ഇസ് ദ കണ്ടീഷൻ. അത് നമുക്ക് അതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 2L by n, ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് കിട്ടും കേട്ടോ. എല്ലാ ഫ്രീക്വൻസിയും പോസിബിൾ ആണ്. ആൻഡ് ഇപ്പം ഈ സിസ്റ്റംസ്, ഇപ്പം മേലെ നമ്മൾ പറഞ്ഞ 3 സിസ്റ്റംസ്, ഒന്ന് സ്ട്രിങ്സ്, എയർ കോളംസ്, ഇതിനെല്ലാം ഫോഴ്സ്ഡ് ഓസിലേഷൻസും ഉണ്ടാകാം. ഓക്കെ, നാച്ചുറൽ ഫ്രീക്വൻസീസ് റെസനേറ്റ് ചെയ്തിട്ട് ഇത്രയധികം ഹാർമോണിക്സിൽ അതിന് വൈബ്രേറ്റ് ചെയ്യാൻ സാധിക്കും. അതല്ലാതെ ഫോഴ്സ്ഡ് ഓസിലേഷൻസ് ഇതിനൊക്കെ ഉണ്ടാവാം. ഇപ്പം ഈ എക്സ്റ്റേണൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നാച്ചുറൽ ഫ്രീക്വൻസിയുമായിട്ട് ക്ലോസ് ആവുന്ന സമയത്ത് സിസ്റ്റം എന്താണ്, റെസനൻസ് കാണിക്കും. സിസ്റ്റം വിൽ വൈബ്രേറ്റ് അറ്റ് ദ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, നാച്ചുറൽ ഫ്രീക്വൻസിയും എക്സ്റ്റേണൽ ഫ്രീക്വൻസീസും കൂടി തമ്മിൽ ഈക്വൽ ആവുന്ന സമയത്ത്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സിസ്റ്റത്തിനും റെസനൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോഴത്തേക്കും ഈ റെസനന്റ് ഫ്രീക്വൻസി എല്ലാം ഈ ഫണ്ടമെന്റൽ ഫ്രീക്വൻസീസിന്റെ ഒരു ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഈ സർക്കുലർ, ഈ തബല പോലത്തെ ഉള്ള സർക്കുലർ മെംബ്രെയിൻസിന്റെ നോർമൽ മോഡ്സ് എന്ന് പറയുന്നത് അതിന്റെ ബൗണ്ടറി കണ്ടീഷൻ വെച്ചിട്ടാണ് ഡിറ്റർമിൻ ചെയ്യുക. അതിന്റെ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് സർക്കംഫറൻസിലുള്ള പോയിന്റ് ഒന്നും വൈബ്രേറ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പം ഇവിടെയൊക്കെ ഈ നോർമൽ മോഡ്സ് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് കോംപ്ലെക്സ് ആണ്. ഇതും 2 ഡയമെൻഷനിലുള്ള വേവ് പ്രൊപ്പഗേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. പക്ഷെ ഇച്ചിരി കോംപ്ലെക്സ് ആണെന്നേ ഉള്ളൂ. ഫിസിക്സ് തിങ് ഈസ് മെയിൻലി അണ്ടർലൈൻ ഫിസിക്സ് എന്ന് പറഞ്ഞ അവിടെ സെയിം തന്നെയാണ്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 15.5 എന്ന് പറഞ്ഞൊരു പടമാണ്, അല്ല ഒരു എക്സാമ്പിൾ ആണിത്. എ പൈപ്പ് 30 സെന്റിമീറ്റർ ലോങ്, 30 സെന്റിമീറ്റർ ലോങ്ങും 30 സെന്റിമീറ്റർ ലോങ് ഈസ് ഓപ്പൺ അറ്റ് ബോത്ത് എൻഡ്സ്. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ തേർഡ് കേസ് ആണ്, ഓപ്പൺ അറ്റ് ബോത്ത് എൻഡ്സ് ആണ്. വിച്ച് ഹാർമോണിക് മോഡ് ഓഫ് ദ പൈപ്പ് റെസനേറ്റ്സ് 1.1 kHz സോഴ്സ്. അപ്പം പൈപ്പിന്റെ ഏത് ഹാർമോണിക് മോഡാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഫസ്റ്റ് ഹാർമോണിക് ആണോ, സെക്കൻഡ് ഹാർമോണിക് ആണോ, അല്ലെങ്കിൽ തേർഡ്. ഓപ്പൺ അറ്റ് ബോത്ത് എൻഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഓൾ ഹാർമോണിക്സ് പോസിബിൾ ആണ്. അതൊക്കെ ആദ്യം അറിഞ്ഞിരിക്കണം, ഓൾ ഹാർമോണിക്സ് പോസിബിൾ ആണ്. അപ്പം ഏത് ഹാർമോണിക് ആണ് ഈ ഒരു കണ്ടീഷനിൽ റെസനേറ്റ് ചെയ്യുന്നത്, ഇത് മാക്സിമം ആവുന്നത്, ഇത് എവിടെയാണ് വരുന്നത് നോക്കിയാൽ മതി. റെസനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇത് ഈ മോഡ്, ഈ ഒരു ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നത് ഏത് മോഡാണ്, ഫസ്റ്റ് ആണോ, സെക്കൻഡ് ആണോ, തേർഡ് ആണോ, അതാണ് ഫസ്റ്റ് ചോദ്യം. വിൽ റെസനൻസ് ദ സെയിം സോഴ്സ് ബി ഒബ്സർവ്ഡ് ഇഫ് വൺ എൻഡ് ഓഫ് ദ പൈപ്പ് ഈസ് ക്ലോസ്ഡ്. ഇപ്പം ഒരു പൈപ്പിന്റെ ഒരു എൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ റെസനൻസ് കിട്ടുമോ, ഈ ഫ്രീക്വൻസിയിൽ അതിന് വൈബ്രേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ടേക്ക് ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ ആസ് ദിസ് മച്ച് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളുടെ ഇവിടുത്തെ നമ്മുടെ ന്യൂയുടെ വാല്യൂ അറിയാം, ന്യൂ ഇസ് ഈക്വൽ ടു NV/2L. അതാണ് ഞാൻ അവിടെ തന്നത്. ഓക്കെ, ന്യൂ ഇസ് ഈക്വൽ ടു NV/2L എന്ന് പറയുന്നതാണ് നമ്മുടെ പൈപ്പ് വിച്ച് ഈസ് ഓപ്പൺ അറ്റ് ബോത്ത് എൻഡിന്റെ ഫ്രീക്വൻസി. ഓക്കെ, അപ്പം ഫസ്റ്റ് ഹാർമോണിക് ആണെങ്കിൽ എന്നിന്റെ വാല്യൂ എന്തായിരിക്കും? ഇഫ് യു ആർ ഡീലിംഗ് വിത്ത് ഫസ്റ്റ് ഹാർമോണിക്, നമ്മുടെ ന്യൂ 1 എന്ന് വെക്കുക, ദാറ്റ് ഈസ് V/2L. ഓക്കെ, ആൻഡ് L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ പൈപ്പ് ആണ്. ഓക്കെ, ആൻഡ് ഇവിടെ സി N എന്ന് പറഞ്ഞാൽ ഇറ്റ് കുഡ് റൺ ഫ്രം 1 2 3 എക്സെട്ര. ഓക്കെ, സി ഫസ്റ്റ് ഹാർമോണിക് ആണെങ്കിൽ ന്യൂ 1 ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ V/2L whatever. ഓക്കെ, അപ്പം നമുക്ക് ഓക്കെ ഫസ്റ്റ് ഹാർമോണിക് എന്ന് പറയുന്നത് V/2L ആണ്. അല്ലെങ്കിൽ നമുക്ക് ഏതാണെന്ന് അറിയില്ലല്ലോ. അപ്പൊ നമുക്ക് ഏത് മൾട്ടിപ്പിൾ ആണെന്നാണല്ലോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ട എന്താണെന്നറിയില്ല, ന്യൂ N. ഈ N ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ നടക്കുന്നത്. ദാറ്റ് ഈസ് ഗിവൺ ബൈ N ഇൻറ്റു V/2L. നമുക്ക് ഈ V/2L ആദ്യമേ അങ്ങ് ഇവാലുവേറ്റ് ചെയ്യാം. സോ N ഇൻറ്റു V എന്ന് പറയുന്ന സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ തന്നിട്ടുണ്ട്, 330 മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ലെങ്ത്. അത്
ഇവിടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 30 സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഡിവൈഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീറ്റർ ആക്കാം. സോ 0.3 മീറ്റർ. സോ ഇൻറ്റു 0.3. അപ്പൊ ഇത് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ജസ്റ്റ് 550 N പെർ സെക്കൻഡ് എന്ന് വരും. 550 N പെർ സെക്കൻഡ്. അപ്പം നമുക്ക് കിട്ടേണ്ടത് 550 N ആരാണ് 1.1 കിലോ ഹെർട്സ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, 1.1 കിലോ ഹെർട്സ് മീൻസ് 1.1 into 1000. സോ എന്താണ് 550 N ഷുഡ് ബി ഈക്വൽ, നമുക്ക് എന്നിന്റെ വാല്യൂ എത്രയാണെന്ന് അറിയാം. സോ 550 N എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 1.1 into 1000, which implies N is equal to 1.1 into 1000 divided by 550. ഇത് ചെയ്യുമ്പോൾ you will get N as 2. That means N2 വരുമ്പോൾ that is the second harmonic. അതിന്റെ അർത്ഥം സെക്കൻഡ് ഹാർമോണിക് ആണ് എന്നുള്ളതാണ്. അപ്പൊ സെക്കൻഡ് ഹാർമോണിക് ആണ് ഈ ഒരു ഇങ്ങനെ ഈ ഫ്രീക്വൻസി റെസനേറ്റ് ചെയ്യണമെങ്കിൽ മോഡ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് മോഡാണ്, സെക്കൻഡ് ഹാർമോണിക് ആണ്. Will resonance with the same source be observed if one end of the pipe is closed? ഒരു end closed ആണെങ്കിൽ ഇതേ സോഴ്സിൽ വൺ എൻഡ് ഓഫ് ദ പൈപ്പ് ക്ലോസ്ഡ് ആണെങ്കിൽ ഈ ഫ്രീക്വൻസി അതിനെ റെസനേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഒരെൻഡ് ക്ലോസ്ഡ് ആകുമ്പോൾ നമ്മളുടെ കണ്ടീഷൻ എന്താണ്? വി ഹാവ് ദറ്റ് കണ്ടീഷൻ വെൻ വൺ എൻഡ് ഈസ് ക്ലോസ്. നമ്മുടെ സെക്കൻഡ് ഇതിൽ നമ്മൾ എയർ കോളം വിച്ച് ഇസ് ക്ലോസ്ഡ് അറ്റ് വൺ എൻഡ് ആൻഡ് ഓപ്പൺ അറ്റ് ദ അതർ എൻഡ്, അവിടെ നമുക്ക് അറിയാം മ്യൂ ഇസ് ഈക്വൽ ടു NV/4L അല്ലേ? അതാണ് നമ്മളുടെ കണ്ടീഷൻ. NV/4L അല്ല. ഓക്കെ, 1 second. we have that condition as N plus half V/2L അല്ലേ? അങ്ങനെ എഴുതുന്നത് നല്ലത്. നമ്മുടെ ഇവിടെ കണ്ടീഷൻ N plus half V/2L, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മൾ അവിടെ ഓൾറെഡി പറഞ്ഞ പോലെ ഓഡ് മൾട്ടിപ്പിൾസ് ഇൻറ്റു V/4L അല്ലെ? നമ്മൾ അവിടെ കണ്ടാണ് ഓൾ മൾട്ടിപ്പിൾസ്. അപ്പം ഇൻറ്റു V/4. അപ്പൊ ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ദാറ്റ് ഈസ് 1 into V/4L, ദാറ്റ് ഈസ് V/4L. ആൻഡ് പിന്നെ അടുത്ത സെക്കൻഡ് ഹാർമോണിക് എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ സെക്കൻഡ് ഹാർമോണിക് എന്ന് പറഞ്ഞാൽ 3V/4L. ആൻഡ് തേർഡ് ഹാർമോണിക് സെക്കൻഡ് ഹാർമോണിക് അല്ല, തേർഡ് ഹാർമോണിക് അല്ലേ? തേർഡ് ഹാർമോണിക്. പിന്നെ ഫിഫ്ത്ത് ഹാർമോണിക് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യാൻ ഒന്നുകൂടി വെറുതെ എഴുതുന്നേ ഉള്ളൂ. 5V/4L. ഇതൊക്കെ ഇങ്ങനെയാണ് പോകുന്നത് അല്ലെ? ഓഡ് നമ്പേർഡ് ഹാർമോണിക്സ് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പൊ നമ്മുടെ L എന്ന് പറയുന്നത് 0.3 മീറ്ററും ആൻഡ് V എന്ന് പറയുന്നത് 330 മീറ്റർ പെർ സെക്കൻഡും ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. ദാറ്റ് ഇസ് V/4L കണ്ടുപിടിക്കാം. ദാറ്റ് ഇസ് 330 divided by 4 into 0.3. ഇത് ചെയ്യുമ്പം യു വിൽ ഗെറ്റ് എസ് 275 ഹെർട്സ് എന്ന് വരും. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ 275 ഹെർട്സ് എന്ന് വരും. ആൻഡ് സോഴ്സ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മുടെ 275 into some harmonics, that is suppose if it is N. NV/4L ആണ് we are interested. So N into this much. So 275 N hertz ആണ്. ഇതിൻ്റെ അകത്ത് 275 N is equal to 1.1 into 1000. അങ്ങനെയാണ് Nന്റെ വാല്യൂ എത്രയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്യാം. ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റിംഗ്ലി യു വിൽ ഗെറ്റ് 4th ഹാർമോണിക് ആണ് വരുന്നത്. ബട്ട് യു നോ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഹാർമോണിക്, അത് കഴിഞ്ഞ തേർഡ്, അത് കഴിഞ്ഞ ഫിഫ്ത്ത്. ദർ ഇസ് നോ 4th ഹാർമോണിക്. അത് 4th ഹാർമോണിക് എന്ന് പറയുന്നത് നോട്ട് പോസിബിൾ. ഓക്കെ, സോ ഇവിടെ എന്ന് വെച്ചാൽ കേസിൽ നിന്ന് 4th ഹാർമോണിക് is not possible for a pipe which is closed at one end. അല്ലേ? അത് നമ്മുടെ തിയറി അനുസരിച്ച് നമുക്കറിയാം ഇങ്ങനെ ഒരു കാര്യം പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ നോ റെസണൻസ് വിൽ ബി ഒബ്സർവ്ഡ്. ഓക്കെ, ഇവിടെ റെസണൻസ് ഒബ്സർവ് ചെയ്യില്ല. നോ റെസണൻസ്. ഇതേ സോഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സോഴ്സ് വെച്ച് ഒരിക്കലും ഈ റെസണൻസ് ഒരിക്കലും ഒബ്സർവ് ചെയ്യാൻ സാധിക്കില്ല.
സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. നെക്സ്റ്റ് സെക്ഷൻ, ദാറ്റ് ഇസ് ദ ലാസ്റ്റ് സെക്ഷൻ ഐ തിങ്ക്, ബീറ്റ്സ് നോക്കാം. താങ്ക് യു.